എനിക്ക് ഒന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സ്ട്രെസ്ഡ് ആവുമ്പോ ഒന്ന് പോയി ലുലുവിലൊക്കെ ഒന്ന് കേറി ഇറങ്ങിയാൽ തന്നെ എനിക്ക് ലുലു കാണുന്നതിന്റെ സ്ട്രെസ്സാണ്. ഒരാഴ്ച ഞാൻ വീട്ടിൽ വന്ന് നിന്നാ ഓക്കെ അഞ്ചൊരു ഗർഭമായിരിക്കും. അയ്യോ അഞ്ചോനത് കൊടുക്കല്ലേ കൊടുത്താൽ പറ്റില്ല, ഈ സമയത്ത് ഇതൊന്നും കഴിക്കാൻ പാടില്ല. നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നിരുന്ന ആൾക്കാര് പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. നമ്മള് we had a very funny incident. It's basically I had a divorce. Okay. So I went through a divorce. It was not an easy marriage also. Maybe എന്താ പറയാ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ട്രോമ ബേസ്ഡ് ആയിട്ടായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ട്രോമ? ഡിവോഴ്സ് കഴിഞ്ഞിട്ടല്ല, ത്രൂ ഔട്ട് ദി ഡിവോഴ്സ് ആണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആ സമയത്ത് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം ഇത് വർക്കിംഗ് അല്ല എന്നുള്ളത്. സോ തിങ്സ് ആർ നോട്ട് ഗോയിങ് റൈറ്റ്, ദിസ് ഇസ് നോട്ട് ഐ വോണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു ധൈര്യമില്ല. കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരു മാരേജ്, ഇതെല്ലാം ഈ കുറേ സാധനങ്ങൾ മാരേജിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്, ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ ഒന്ന് സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു സംഭവം, രണ്ട് നമുക്ക് ഈ വ്യക്തിയോടുള്ളത് സ്നേഹമാണോ അതോ ഒബ്സഷൻ ആണോ, ഓർ ഈസ് ഇറ്റ് ട്രോമ ബോണ്ടിങ്, ഇതൊന്നും അറിയാനുള്ളൊരു ബോധം അന്ന കാലത്തില്ല. ഇപ്പൊ ഞാൻ ഐ എം 35, അന്ന് ഇത് നടക്കുന്ന സമയത്ത് ഐ വാസ് ഓൺലി 23-24, ആ ഒരു കാലഘട്ടമാണ്. ഐ വാസ് റിയലി യങ്. ഇപ്പൊ എനിക്കന്ന് 23 ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബോധം വല്ല 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ബോധമേ എനിക്കത് ഉണ്ടായിരുന്നുള്ളൂ. ടു ബി ഫ്രാങ്ക് അങ്ങനെ ആയിരുന്നു ഞാൻ. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഇപ്പൊ ഈ തെറപ്പിസ്റ്റിന്റെ അടുത്ത് കുറച്ച് നാൾ ഞാൻ പോയി ഇതൊക്കെ സംസാരിച്ചു. അപ്പോഴും അവിടുന്ന് എനിക്കുണ്ടായ റിയലൈസേഷൻ വാസ് ലൈക്ക്, എനിക്ക് പ്രത്യേകിച്ച് സെൽഫ് റെസ്പെക്ട് ഒന്നും ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തിങ്സ് ആർ നോട്ട് ഇങ്ങനെ അല്ല നടക്കേണ്ടതെന്നുള്ളത് എനിക്ക് ബോധ്യമായി. പക്ഷേ തെറപ്പിക്ക് വന്നിരുന്നോ? ഇല്ല. തെറപ്പിക്ക് ഹി വാസ് നോട്ട് റെഡി, ഐ തിങ്ക് സോ. അത് കഴിഞ്ഞിട്ട് ഈ മാരേജ് അങ്ങ് വളരെ മോശം സിറ്റുവേഷൻസിൽ കൂടെ പോയി. ബിക്കോസ് ഓഫ് നമ്മുടെ ഡിവോഴ്സ് ഡിക്രിയും കൊണ്ട് ഐ കനോട്ട് ടെൽ ദ റീസൺസ്. പക്ഷെ ഇറ്റ് വാസ് എ വെരി ബാഡ് തിങ് ഫോർ ബോത്ത് ഓഫ് അസ്. എന്നാൽ രണ്ടുപേർക്കും വർക്ക് ചെയ്യുന്നില്ലാത്ത സാധനമായിരുന്നു. പക്ഷെ ഇതും കൊണ്ട് എന്താ പറയാ, സൊസൈറ്റൽ പ്രഷർ, ഡിവോഴ്സ് ആയതുകൊണ്ട് ഭയങ്കര സ്റ്റിഗ്മ നമ്മുടെ ഇടയിലുണ്ട്. എക്സാക്ട്ലി. അതായത് ഞാൻ ഒരു പെണ്ണല്ലെ ഒരാണിന് ഇത്രയും മില്യൺ കണക്കിന് മനുഷ്യന്മാരുള്ള ലോകത്ത് ഒരാളെ ഉള്ളൂ ഉള്ളൊരു പറച്ചിലുണ്ടല്ലോ, അതായത് അത് തന്നെ ഒരു ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യത്തെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അന്ത സമയത്ത് എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഞാനൊരു 1 man വുമൺ ആണ്, അങ്ങനെയൊക്കെയാണ് ചിന്താഗതി. പക്ഷെ ദാറ്റ്സ് ഓൾസോ ഓക്കെ. അന്ത സമയത്ത് അത് ശരിയാണെന്ന് തോന്നി. ഇപ്പോ അല്ല 1 man വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് കുഴപ്പമില്ലല്ലോ. മൈൻഡ് സെറ്റ് കുഴപ്പമില്ല. ഏതുവരെ വാട്ട് ഇസ് ദ ബൗണ്ടറി എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് ശരിക്കും വേണ്ടത്. അതില്ലായിരുന്നു. ബൗണ്ടറീസ് എവിടെ വെക്കണം എന്നറിയത്തില്ലായിരുന്നു. ഇതിൽ നടക്കുന്ന പ്രശ്നമാണെന്ന് റിയലൈസേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ വി ആർ സോ യൂസ്ഡ് ടു ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളിതിനെ നോർമലൈസ് ചെയ്യും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പം ഈ കല്യാണത്തിനകത്ത് ഈ ഇടി കിട്ടുന്ന ആൾക്കാർ, ഡൊമസ്റ്റിക് അബ്യൂസ് ഉണ്ടാകുന്ന ആൾക്കാർ, മിക്ക ആൾക്കാരും ഇറങ്ങി വരില്ല. ഇറ്റ്സ് വെരി നോർമൽ എന്നുള്ള ചിന്തയാണ്. എന്റെ അമ്മയും അച്ഛനും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമറയിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. കേസിന് പോയ പ്രശ്നം, ഡിഫേമിംഗ് പ്രശ്നം വരും. എന്റെ മദർ ഒരു ലോയറാണ്. വെരി എന്റെ കുട്ടിക്കാലത്തൊക്കെ വെരി സ്റ്റിൽ ഷീസ് എ വെരി പവർഫുൾ, ഭയങ്കര പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാല്. പിന്നെ എന്താ പറയാ,
ഇപ്പൊ എന്റെ ചെറുതിലെ തന്നെയുള്ള അമ്മയുടെ മെമ്മറീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പോലീസുകാരെയൊക്കെ ഇട്ട് നല്ല വരട്ടണ അമ്മയാണ്. അതായത് ഒരു ഫീമെയിലിന് പറഞ്ഞോ. അമ്മ വക്കീലാണ്, ലോയറാണ്. അപ്പം പിന്നാണെങ്കിൽ എന്താ പറയാ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഒരു കക്ഷി എന്തോ, പിന്നെ അമ്മ നല്ല ക്രോസ് ആണ്, ആൾക്കാരെ ക്രോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കയറ്റി നിർത്തി കുട്ടി കയറ്റി നിർത്തിട്ട് ക്രോസ് ചെയ്ത് കൊല്ലും. അപ്പൊ ഇങ്ങനെ കളവൊക്കെ പഠിച്ചുകൊണ്ട് വന്നേക്കുന്ന ഒരു ചങ്ങായി കളവ് പറയാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്തിട്ട് ഇവ സത്യം പറഞ്ഞു ഇയാള്. അപ്പൊ ഇയാള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളെ റിയലൈസ് ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് അമ്മ എടീന്ന് വിളിച്ചു കോടതി. അമ്മ അവിടുന്ന് ഒറ്റ അടിയും കൊടുത്തു. അതായത് കോടതിയിൽ നിന്ന് ഇവൻ അങ്ങനെ ചെയ്ത പിന്നെ കോടതി ലക്ഷ്യമാണ്, ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഇവിടെ അമ്മ ജഡ്ജി എടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താ നടപടി എന്ന് വെച്ചാൽ എടുത്തോളി എന്ന് പറഞ്ഞു. എടുക്കേണ്ട നടപടി അങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞു. എനിക്കത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങില്ല. ജഡ്ജി ഒന്നും ചെയ്തില്ല. അപ്പൊ ആ സാധു അത് ടെററാണ് എന്റെ അമ്മ. ഓക്കെ, സ്റ്റിൽ വിത്ത് മൈ ഫാദർ മരണപ്പെട്ടു ഇപ്പം. അപ്പം പക്ഷെ our relationship was actually he was alcoholic. So അപ്പം ആ ഒരു ഇപ്പൊ എന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ നല്ലൊരു നെഗറ്റീവ് എഫക്ട് ഞങ്ങൾക്ക് ഉള്ളതാണ്. അപ്പൊ എന്റെ അമ്മയ്ക്ക് തന്നെ ഇവൻ ജഡ്ജായിട്ട് കിട്ടി. ഫാദർ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോവാതിരുന്ന ഒരാളാണ് എന്റെ അമ്മ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ വിചാരിക്കും അമ്മയുടെ ഒരു കാലിബറും കഴിവും ഒക്കെ വെച്ചിട്ടും അമ്മയ്ക്ക് ഒരിക്കലും അമ്മ ബാക്കി എല്ലായിടത്തും എന്തോ ഒരു സ്ട്രോങ് ആണ്, എന്തോ ഒരു പവർഫുൾ ആണ്. പക്ഷേ ആ ആളുമായുള്ള ഒരു അഡിക്ഷൻ, അതിന്റെ ഫാദറുമായിട്ടുള്ള അഡിക്ഷൻ ഈസ് ആക്ച്വലി സോ സ്ട്രോങ് ദാറ്റ് ആക്ച്വലി ഷി വാസ് വെരി കമ്മിറ്റഡ് ടു ദാറ്റ് റിലേഷൻ. അതിൽ എത്ര നെഗറ്റീവ് സ്വയം വാങ്ങി വെച്ചാലും ഷി വാസ് സോ കമ്മിറ്റഡ്. ഷീ കണ്ടിന്യൂഡ് ദാറ്റ് റിലേഷൻ ഇൻ ഹർ എൻ്റയർ ലൈഫ് ആൻഡ് സ്റ്റിൽ ഷീ ഈസ് ഇൻ ലവ് വിത്ത് ഹിം. അത്രയും അബ്യൂസീവ് ആയിരുന്നിട്ട് പോലും. സി ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട്. സി നമുക്കിതിനകത്ത് നിന്ന് ഇറങ്ങി വരാൻ നമുക്ക് തോന്നത്തില്ല. വി ആർ സോ അഡിക്റ്റഡ്. യാ, ഇപ്പൊ ഞാൻ അന്ധകാലത്ത് ഞാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണോന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ എനിക്കത് പ്രശ്നമാണെന്ന് പോലും മനസ്സിലാവുന്നില്ലെന്നേ. അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. ശരിക്കും ഇവിടെ നമ്മൾ ഈ സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോമൺലി നമ്മളിപ്പോ സോഷ്യൽ മീഡിയ കേൾക്കുന്ന ഒരു ഇതാണെങ്കിലും അതൊരു എന്താ പറയാ, അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി അല്ല ശരിക്കും എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ എനിക്കെന്താ എന്നെ അറിയില്ലേ എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻസിന്റെ ഒരു എക്സാക്ട് ക്ലാരിറ്റി നമ്മളൊരു തെറപ്പി സെഷനിൽ നമുക്ക് കിട്ടുന്നതും പലതും നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാതെ പോകുന്നതിന്റെ പാർട്ടായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാവാം. ചിലപ്പോൾ മുന്നത്തെ തലമുറയിൽ നമ്മൾ കണ്ടുവന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് അല്ല, ഫ്രണ്ടാണ്. ഷി വാസ് ഗോയിങ് ത്രൂ എ ഡിവോഴ്സ്. അത് കഴിഞ്ഞു, ഇപ്പം എല്ലാ പ്രോസസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഫേസിൽ നമുക്കറിയാം ആളെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും when they hear her story, ഇത്രല്ലേ മോളെ ഉള്ളൂ, ഇതങ്ങ് നമ്മൾ പെണ്ണുങ്ങളങ്ങ് സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരണ പ്രശ്നമല്ലേ ഉള്ളൂ എന്നാ പറയാ. ഇത് ഷീ ഹാസ് ടു ഹിയർ ഫ്രം ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. ആരൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ഓരോരുത്തരും ഒന്ന് ഉപദേശിക്കണേ. ഇതാ ഓരോ വട്ടം ഈ സൈക്കിൾ തുടങ്ങും. അതായത് പുതിയ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇത് പരിഹരിക്കാൻ വേണ്ടി വരുന്നതാണ്. ആ സൈക്കിളിലൂടെ പോയി മൾട്ടിപ്പിൾ ടൈംസ് പോയി. ഒരാൾ വരുമ്പോ പറയും ഇനി ഇപ്പൊ ഞാൻ സംസാരിച്ച മോളിന്ന് കുറച്ച് ക്ഷമിച്ച് കുറച്ച് ആളൂടെ പോയി, ഇനി അങ്ങനെ ഉണ്ടാവൂല, വീണ്ടും ഹാപ്പൻസ്. ഇത് തന്നെയാണ് പ്രശ്നം. എനിക്ക് ആ പ്രശ്നം എന്താന്ന് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഡിവോഴ്സ് സീക്ക് ചെയ്തിട്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയി. അപ്പൊ എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴും അവരുടെ സ്റ്റാൻഡ് ആ സമയത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇച്ചിരി വാശിക്കാരിയാണ്. അപ്പൊ ഞാൻ വാശി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇവരെന്നെ ഒരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ വക്കീലിനോട് ചോദിച്ചു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം ഞാൻ നടന്ന പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ ഹി വാസ് ലൈക്ക് ഇതൊക്കെ വലിയ കാര്യമാണോന്നാണോ? ഇതൊരു പ്രശ്നമൊന്നുമല്ല മോളെ. ദാറ്റ് പ്രശ്നം ഈസ് സച്ച് എ ബിഗ് പ്രശ്നം. ഹി വാസ് ട്രൈങ് ടു നോർമലൈസ് ദാറ്റ് ലൈക്ക് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷേ ഞാനിതൊരിക്കലും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് കുറച്ച് വിഷയങ്ങൾ ഈ മാരേജിനകത്ത് ഉണ്ടായിരുന്നു. എക്സ് മാരേജിനകത്ത് അങ്ങനെ പറയണമല്ലോ, പറയണോ. ഇപ്പോഴത്തെ എൻ്റെ മാരേജ് വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ടച്ച് വുഡ്. ഇവര് എന്ന് ഇത് റിയലൈസ് ചെയ്തോ അന്ന് ദേ സ്റ്റാർട്ടഡ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ മീ. ഞാൻ പറയാതിരുന്നാൽ ഇപ്പൊ പല സ്ത്രീകളും ചെയ്യുന്നൊരു പ്രശ്നമാണ്, നമ്മുടെ പേരൻസിനോട് നമ്മുടെ പാർട്ട്ണറിനെ പറ്റിയുള്ള എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പിന്നീട് സോൾവ് ആവുമ്പോൾ ഇവരത്
എങ്ങനെ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുമെന്ന് ചിന്തിച്ച് പറയാതിരിക്കുന്നത്. അങ്ങനെയും ഒരു സൈഡുണ്ട്. എൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ദെൻ ഐ റിയലൈസ് ദാറ്റ് ഞാനിത് അന്ന് അവരുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ആദ്യമേ എന്നോട് പോയി ഡിവോഴ്സ് ചെയ്യാൻ പറയത്തില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നെ കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേനെ ആ സമയത്ത്. ശരിക്കും എവിടെയാണ് ആ ഒരു ഹെൽപ്പ് എടുക്കേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ ആണ്. അതായത് ഒരു സെൽഫ് അവയർനെസ്. ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങൾക്ക് 20 years ഓഫ് മാരേജ്, താങ്ക് ഗോഡ്. അതിൻ്റെ അകത്ത് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് തോന്നിയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി ആൻ ഈസി തിങ്. ഓക്കെ, അത് തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു. മറിയത് എഗ്രി ചെയ്യും. അല്ല, എസ്പെഷ്യലി ഏർലി ഡേയ്സ്, വളരെ യങ് ഏജിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങി. അതായത് ഇവൻ ഞങ്ങൾ വെച്ചാൽ ഒരുമിച്ച് കാര്യങ്ങൾ ലോകം മനസ്സിലാക്കിയ ആൾക്കാരെന്നാണ് ഞങ്ങളെ പറയാ. പക്ഷെ അതിനകത്ത് ഒരു രസം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരു ഒറ്റ മകനാണ്, സിംഗിൾ ചൈൽഡ്. ഓൾ ദ നെഗറ്റീവ്സ് ഓഫ് എ സിംഗിൾ ചൈൽഡ് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. മറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളില് ഒരാളാണ്. അപ്പം ഷീ നോ ഹൗ ടു ഷേപ്പ്. അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആദ്യം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു മുട്ടായിട്ട്, ഏതെങ്കിലും കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു മുട്ടായി കിട്ടുമല്ലോ, ആ മുട്ടായി ഞങ്ങള് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് വൈകിട്ട് ഞാനും അനിയത്തിയും കൂടെ ഷെയർ ചെയ്തിട്ടായിരിക്കും കഴിക്കാം. ഇതാണ് ഓക്കെ. എന്നിട്ട് എല്ലാ സ്വാതന്ത്ര്യം. ഇവിടെ വന്നപ്പോ ഞാൻ കാണുന്നത് ഇപ്പൊ ഒരു ഈവനിങ്ങിന് സ്നാക്സ് വാങ്ങി. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോ നമുക്ക് പോയി എടുത്ത് ഇതൊന്നും, ഞാൻ ഒന്നാമതൊരു ഇൻട്രോവേർട്ടാണ്, സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡ്രസ് ഇരുന്ന് കഴിക്കാന്നല്ലാതെ എടി നിനക്ക് വേണോ, നീ കഴിച്ചോ ഒന്നുമില്ല. എനിക്കിത് എന്താ പറയാ, ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ്. ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയ 2 ലോകം മനസ്സിലാക്കണം. കോൺട്രാസ്റ്റിംഗ് തന്നെ. അതേപോലെ തന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഭയങ്കര സിമ്പിൾ ആയി നമുക്ക് തോന്നുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ മറിയോ എന്ന് വെച്ചാൽ ചായ കുടിയുടെ കൂടെയാണ് പത്രം വായിക്കുക. ഞാൻ ടോയ്ലറ്റിൽ ഇരുന്നാണ് പത്രം വായിക്കുക. അപ്പൊ വീട്ടില് 2 പത്രം വാങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ ആദ്യം ഏതാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പം ഇത് ഇങ്ങനെയുള്ള വളരെ നമുക്ക് സിമ്പിൾ ആണ് തോന്നാവുന്ന സംഗതികൾ വളരെ. അപ്പൊ ഇത് വന്നപ്പോ, പക്ഷെ ഒരു കാര്യം എനിക്ക് അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഡിഡ്ന്റ് ടേക്ക് റിലേഷൻഷിപ്പ് ആസ് ഗ്രാൻഡഡ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു 20 years ഒരു എന്ന് പറയുമ്പോ 21 year ആവോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. സീരിയസ്ലി, അതായത് ഇറ്റ്സ് നോട്ട് ഗ്രാൻഡഡ് ലൈക്ക് ആക്ച്വലി ഇറ്റ്സ് ഇൻഫിനിറ്റി. അപ്പൊ പീപ്പിൾ യൂഷ്വലി ടേക്ക് മാരേജസ് ആസ് ഗ്രാൻഡഡ്. ആൻഡ് ഓൾസോ ഫോറെവർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറെവർ എന്ന് പറയുന്ന സാധനം. അപ്പം എന്താണെങ്കിലും സഹിച്ചോളണം എന്നുള്ളൊരു ഫോറെവർ. ഇപ്പൊ ഞാൻ താങ്ക്ഫുള്ളി ഞാൻ കല്യാണം കഴിച്ച ആദ്യത്തെ ഈസ് വെരി നൈസ്. നമ്മുടെ മാരേജ് ഈസ് ഓൾസോ ഗോയിങ് റിയലി റിയലി ഗുഡ്. കാരണം ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത്. വി ആർ ലൈക്ക് ഫ്രണ്ട്സ് എന്നല്ല, വി ആർ ഫ്രണ്ട്സ്. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് വെരി, ചില സമയത്ത് ഇറ്റ്സ് ഹാർഡ്, ഇല്ലാന്ന് പറയത്തില്ല. മാരേജ് ഇസ് ഡെഫിനറ്റ്ലി അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മളത് ഒരുമിച്ച് നിന്ന് നമ്മളാണ് ടീം എന്ന് റിയലൈസ് ചെയ്ത് അസ് എഗെയിൻസ്റ്റ് എന്നാകുമ്പോഴാണ് ഈ സംഭവം കറക്റ്റ് ആകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എവിടെയോ മറന്നുപോയി. നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പൊ ഞാനെപ്പോഴും ഈവൻ ആദിത്യയുടെ കാര്യത്തില് we went to a therapist before marriage. We wanted to know how we can, നമ്മുടെ റിലേഷൻഷിപ്പിൽ ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ he was open to it. എനിക്ക് ആൾക്കാര് ഇപ്പോൾ ഒരാള് എഫേർട്ട് എടുക്കുന്നു എന്ന് കാണുന്നതാണ് ഇറ്റ്സ് സച്ച് എ ബിഗ് തിങ് ഫോർ മീ. അയാളത് മൊത്തമായിട്ട്, ഒരാളെ നമുക്ക് മൊത്തമായിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെയൊന്നുമല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. 30-35 വയസ്സിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ പോട്ടെ ഒരു 20s ആൾക്കാർ കല്യാണം കഴിക്കുക. അപ്പോഴത്തേക്കും അവരുടെ ഒരു മേജർ ഭാഗം രൂപപ്പെട്ട് കഴിഞ്ഞു. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ മാറ്റം ഉണ്ടാക്കാനുള്ള ചെറിയ എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ വി വെന്റ് ടു എ തെറപ്പിസ്റ്റ്. അന്നാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ.
എങ്ങനെ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. എന്നാൽ ഇപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കപ്പിൾ തെറപ്പിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അവർ തമ്മിൽ മുഴുത്തെന്തോ അടിയാ, അല്ലെങ്കിൽ ഓർക്കുന്ന ഇത് പോയി കഴിഞ്ഞാൽ ഇത് മറ്റേ ഡിവോഴ്സിലേ തീരത്തുള്ളൂ. അല്ല, അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു പ്രശ്നമില്ലാതിരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെന്നു നമ്മളെ എങ്ങനെയാ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ഇവർ പഠിപ്പിച്ചു. അത് 5 പോയത് പ്രൊആക്റ്റീവ് ആയിട്ടാണ്. ദാറ്റ് ഈസ് എ പോസിറ്റീവ്. എല്ലാരും കൂടുതൽ ആൾക്കാർ റിയാക്റ്റീവ് ആണ്. റിയാക്റ്റീവായി പോയാലെങ്കിൽ രക്ഷപ്പെടും, പക്ഷെ പ്രൊആക്റ്റീവായി പോകുന്നതാണ് ദ ബെസ്റ്റ് പാർട്ട്. ഇനിയിപ്പോ സപ്പോസ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഒത്തു പോകുന്നില്ല. ഇപ്പൊ ഈ കപ്പിൾ തെറപ്പിക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി, അയ്യോ ഇത് പൊട്ടുമോ, അയ്യോ പൊട്ടാനുള്ളതാണെങ്കിൽ അത് പൊട്ടട്ടെ, എന്തിനാണ് സഹിച്ച് ജീവിക്കുന്നത്? മറ്റേ തമ്മി തല്ലി അടി ഉണ്ടാക്കി ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. മാന്യമായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ മാന്യമായിട്ട് ഇറങ്ങിപ്പോകുന്നത് ബിക്കോസ് ഐ വെന്റ് ടു തെറപ്പി. ഇല്ലെങ്കിൽ വളരെ മോശമാക്കാകുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് അവിടെ നിന്ന് തെറപ്പി എന്നാണ് ഞാൻ പഠിക്കുന്നത്. ഐ ലേൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. You should forgive. You should let go. ഇപ്പൊ ഈ വൈ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ ഏകദേശം 1 കൊല്ലത്തോളം എൻ്റെ സൈക്യാട്രിസ്റ്റിനോടും സൈക്കോളജിസ്റ്റിനോടും ഉള്ള എൻ്റെ ചോദ്യം, why me? Why is this happening to me? Why did I do that? Why ആയിരുന്നു മൊത്തം. So they helped me understand that ഈ വൈ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. Nothing is going to change. So വൈ നിർത്തി ഞാൻ. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹാവ് സോ മെനി അലർജീസ്. ഒരു നീക്ക അലർജി ഉള്ള ഒരാളാണ് ഞാൻ. സോ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ ടു ലീവ്. ജീവിക്കാൻ എനിക്ക് എളുപ്പമല്ല. അങ്ങനെയാണ്. അപ്പൊ എക്സാക്ട്ലി. പക്ഷെ ഞാനിപ്പൊ തെറപ്പിക്ക് പോകുന്നത് ബിക്കോസ് ഐ ഹാവ് ദിസ് പ്രോബ്ലം വിത്ത് അലർജി. അതിന് ഞാൻ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. എങ്ങനെ എനിക്ക് ഹെൽത്ത് ആൻസൈറ്റി സംഭവങ്ങളുണ്ട്, ചെറിയ ജെർമോഫോബിയ പോലത്തെ പരിപാടികളുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഇത് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല, പക്ഷെ നമുക്കിത് മാനേജബിൾ ആക്കാം. അവിടെ നിന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഞാൻ ഒരു സാധനം മറന്നുപോയി. ദേ ടോട്ട് മീ സംതിങ്. യു ഷുഡ് ഫൊർഗീവ് എന്നുള്ളൊരു പോയിന്റ് പഠിപ്പിച്ചു, ലെറ്റ് ഗോ എന്നുള്ള പോയിന്റ് പഠിപ്പിച്ചു. പക്ഷെ അവരിത്രേ എനിക്ക് പറഞ്ഞു തന്നുള്ളൂ, ഞാനത് വിട്ടു. പക്ഷെ ഐ ലേൺ ദാറ്റ് യു ഷുഡ് നോട്ട് ഫൊർഗെറ്റ് ദി ഇൻസിഡന്റ്, വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്, ബിക്കോസ് യു ഡോണ്ട് want to get into that pattern anymore. ആൻഡ് ഈ ആൾക്കാർ ചെയ്യുന്ന വേറൊരു വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു ഡിവോഴ്സി ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ഡിവോഴ്സ്ഡ് ആൻഡ് റീമാരീഡ് അങ്ങനെ വേണമല്ലോ പറയാൻ. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത കല്യാണം അങ്ങ് കഴിപ്പിക്കുക, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരും. കല്യാണമല്ല, ഇപ്പൊ ഒരു കല്യാണം മാരേജിൽ പ്രശ്നമാണെങ്കിൽ കുട്ടി ഉണ്ടായാൽ അത് തീരും. അല്ല, കുട്ടി സ്വഭാവത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സ്വഭാവം മാറും. മാരേജ് പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിയായി അത്. ഇതിപ്പോ എങ്ങനെ ഡിവോഴ്സ് ആയി അടുത്ത കല്യാണം കഴിച്ചാൽ അതങ്ങ് മാറും. അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ തെറപ്പിസ്റ്റ് ആ സമയത്ത് എന്നോട് 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. അന്ന് ഞാനിപ്പോ പോകുന്ന തെറപ്പിസ്റ്റിന്റെ അടുത്തല്ല പോകുന്നത്, ഹി അനദർ പേഴ്സൺ ആയിരുന്നു. പുള്ളി ഒരു 3-4 സെഷനിൽ എന്നോട് കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പം എനിക്ക് ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഈ പ്രഷർ വരുമ്പോൾ ഷോപ്പിംഗ് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. ബേസിക്കലി ഷോപ്പിംഗ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇപ്പോഴാണ് പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളത്, ആ സമയത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. എനിക്ക് ഒന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സ്ട്രെസ്ഡ് ആവുമെന്ന് പോയി ലുലുവിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ. എനിക്ക് ലുലു കാണുന്നതിന്റെ സ്ട്രെസ്സാണ്. ഞങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിൽ ലുലുവിന്റെ ബാക്ക് വളരെ അടുത്താണ്. അതായത് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ പലരിക്കടാണ് ലുലു എന്നാണ് പറയുന്നത്. കാരണം അവിടെ പോയാലാണ് സാധനം വാങ്ങുക. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാറ്റ്.
അപ്പൊ ഞാനും ഇത് എനിക്ക് പക്ഷെ ലുലു കാണുന്ന തന്നെ പേടിയാണ്, കാരണം ആൾക്കാര് ബഹളം. എനിക്ക് ടൂ മച്ച് ആൾക്കാരെ കാണുന്ന എനിക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലുലു കയറിയ എനിക്ക് ദൈവമേ ആ പോകുന്ന ഒരാൾ ചുമച്ചു, ദൈവമേ അയാൾക്ക് വൈറൽ ഫീവർ ആണോ, അയ്യോ ഒരാൾ തുമ്മി, യോ ദൈവമേ അയാൾക്ക് വല്ല റൈനോ വൈറസ് ആയിരിക്കും വരുന്നത്, ആ വൈറസിന്റെ മൂക്കി കൂടെ ഇങ്ങനെ ആയിരിക്കും എന്റെ ചിന്ത. പക്ഷെ ഇപ്പൊ അത് അവർ കുറെ കട്ട് ചെയ്താണ്. ഇത് OCD-യുടെ ഭാഗമാണ്. അപ്പൊ എക്സ്പോഷർ റെസ്പോൺസ് തെറപ്പി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കുറെ സംഭവം കുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, 3 കാര്യം ആവശ്യപ്പെട്ടു തെറപ്പിസ്റ്റ്. ഒന്ന്, ഡ്രിങ്കിങ്, നോ ഡ്രിങ്കിങ്, ആൽക്കഹോൾ നോ ആയിരിക്കണം അഞ്ചു. പിന്നെ ഓൾറെഡി ഇല്ല, അപ്പൊ അത് വിട്ടു, ഇല്ല. 2, കഞ്ചാവ്, പുകവലി, സബ്സ്റ്റൻസ് യൂസേജ്, ഇതിലേക്കൊന്നും പോരുത്. ആ സമയത്ത് കോവിഡ് കാലഘട്ടവും കൂടെ, ഒന്നാമതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കാണാൻ പ്ലാനും ഇല്ല എനിക്ക്. ഇനി വല്ല എനിക്ക് നിക്കോട്ടിനൊക്കെ അലർജിയാ. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷനേ എനിക്കില്ല. പുക വലിക്കാന്ന് പറഞ്ഞ ഓപ്ഷനേ എനിക്കില്ല. താങ്ക്ഫുള്ളി ഒരാളെയും കൂടെ കണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നിക്കോട്ടിൻ അലർജി ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് മനസ്സിലായത് മറ്റേ കൂട്ടുകാര് ഒരിക്കെ വലിച്ചോണ്ടിരുന്നപ്പോ, അപ്പൊ ഈ പാസീവ് സ്മോക്കിംഗ് അറിയത്തില്ല, പാസീവ് എന്നല്ലേ അതിന് പറയുന്നില്ല, ഇവര് ഇത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഓരോ തവണ ഇവര് വലിക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ അതിന്റെ കീഴെ 2 മണിക്കൂർ ഇരുന്ന് ഇവരോട് കാര്യം പറഞ്ഞു. ഇവര് വലിച്ചോണ്ടേയിരുന്നു, മാറി മാറി ആൾക്കാർ വലിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കീഴെ ഇരുന്ന് കാര്യം പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ തൊണ്ടവേദനയായിട്ട് ചെന്നപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് അലർജിയാണ്. എനിക്ക് പിന്നെ നമ്മള് +2 ഒക്കെ ആ സമയം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കും എന്താ പറയുക അവരുടെ കൂടെ പോയിരിക്കുന്നു, അങ്ങനെ എല്ലാരും ട്രൈ ഔട്ട് ചെയ്യും. അപ്പൊ അപ്പോഴത്തേക്കാണ് പതുക്കെ മനസ്സിലായി എനിക്കിതൊരു ഇതായിട്ടും തോന്നില്ല, ഒരു ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആസ്വാദനം ഇല്ല, എന്തൊരു ബുദ്ധിമുട്ടും തുടങ്ങുന്നു. അപ്പോഴാണ് പിന്നെ അന്നൊന്നും ഇത് അലർജി അങ്ങനൊന്നും അറിയത്തില്ല. ഇപ്പോഴാണ് അറിയുന്നത് അതൊരു അലർജി ആയിട്ടാവാം അങ്ങനെ ആയതെന്ന്. കാരണം പിന്നെ എന്താ പറയാ, പിന്നെ അതിന്റെ അടുത്തേക്ക് തന്നെ പോകണ്ടേ. ഞാൻ പറയുന്നത് എന്നെ ഏകദേശം ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്. മറ്റേ ഇപ്പൊ ഒന്ന് വഴി തെറ്റണോന്ന് വിചാരിച്ചാൽ പോലും വഴി തെറ്റാൻ ഓപ്ഷൻ ഇല്ല ജീവിതത്തിൽ. അങ്ങനത്തെ അവസ്ഥ. നമ്മുടെ ബാൻഡിലെ പിള്ളേര് പറഞ്ഞു ചിരിക്കും. ഇപ്പൊ ഒരു സമയത്ത് ഭയങ്കര ന്യൂസ് ആയിരുന്നു, ബാൻഡുകളില്, മ്യൂസിക് ബാൻഡുകളിൽ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് യൂസേജ് ഭയങ്കര കൂടുതലാണ്, ഈ മൂവീസിലും കപ്പല് വരുന്നു എന്നറിഞ്ഞു. അപ്പൊ എന്റെ ബാൻഡിലെ പിള്ളേര് പറഞ്ഞ് ചിരിക്കുമായിരുന്നു, ഈ ട്രാവലർ തപ്പിയാല് ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന മറ്റേ ഇൻഹേലർ, അതിന്റെ ടെസ്റ്റ് റിസൾട്ട് ബ്ലഡ് ചെക്ക് ചെയ്താൽ ആന്റി ഹിസ്റ്റമിൻ ഏതെങ്കിലും കിട്ടും, ഒന്നും കിട്ടില്ല എന്നുള്ള സാധനമായിരിക്കും. അപ്പൊ 3ാമത്തെ സാധനം പുള്ളി പറഞ്ഞത്, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, നോ റീബൗണ്ട്. നോ റീബൗണ്ട് റിലേഷൻഷിപ്സ് until you are out of this pattern. That helped me a lot. So ഒരുപാട് ആൾക്കാര് നമ്മള് റീബൗണ്ട്, അത് എനിക്ക് ഒന്ന് അത് ആ റിലേഷൻഷിപ്പിലേക്ക് റീബൗണ്ട് ആണോ അതോ റീബൗണ്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ ആൾക്കാർ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ഔട്ട് ഓഫ് അടുത്ത പഴയ റിലേഷൻഷിപ്പ് ഈസ് വേറൊരാളെ പെട്ടെന്ന് ഒരു കാഷ്വൽ ഡേറ്റിംഗ് പോലത്തെ ഒരു സാധനം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ഭാഗം. എനിക്ക് കാഷ്വൽ ഡേറ്റിംഗ് ഉള്ള വാക്കൊന്നും എനിക്ക് അന്ന് അറിയത്ത് പോലും ഇല്ലായിരുന്നു. അത് വേറെ കാര്യം. പുള്ളി റീബൗണ്ട് എന്ന് പറഞ്ഞപ്പോ അതെന്താണ് സാർ എന്നായിരുന്നു എന്റെ ചോദ്യം. അപ്പൊ പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി ചാടരുത്. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, യു ഷുഡ് കം ഔട്ട് ഓഫ് ദിസ് ഒറ്റയ്ക്ക് അഞ്ജുവിന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയാൽ മാത്രമേ അഞ്ജുവിന് വേറൊരാളെ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ ചുറ്റും സന്തോഷം ബേസിക്കലി ഉണ്ടാകത്തുള്ളൂ. എന്റെ കൂടെ പഠിച്ച പലരും ഡിവോഴ്സ് ആയവരൊക്കെ ഈ ടിൻഡറും ബമ്പിളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര റീബൗണ്ട് ആണ്. അത് ഭയങ്കര ഷോർട്ട് റിലേഷൻഷിപ്പാണ്, ക്വിക്കാണ് എന്താ പറയാ മാറണത്. അപ്പൊ എനിക്ക് ഈ ഒരു പ്രശ്നം ഇതാണെന്നാണ് ആ ഒരു റീബൗണ്ട്. അത് തന്നെയാ പ്രശ്നം. ഇപ്പൊ ഈ തിരിച്ച് ചാടുന്നുണ്ടല്ലോ, പെട്ടെന്ന് നമ്മൾ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമ്മൾ ആ പഴയ പാറ്റേണിലുള്ള ആൾക്കാരെ ആയിരിക്കും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റീപ്ലേസ് ചെയ്യും. ഇഫ് ഇറ്റ്സ് എ ട്രോമ ബോണ്ടിങ്, ഇപ്പൊ ഇവിടെ അബ്യൂസ് ഉണ്ടെങ്കിൽ വിൽ സഫർ ദാറ്റ് ഓൾസോ.
ഒന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ഈ സാധനം പോകുന്നതെന്ന് പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. പൊതുവെ പേരൻസ് ആണെങ്കിലും ഒക്കെ ഉടനെ ഒരു റിലേഷൻ എന്നുള്ളതാണല്ലോ, നമ്മള് അത് നോക്കപ്പ് ചെയ്യാനായിട്ട് വേഗം അടുത്തിലോട്ട് പോവാന്നുള്ളതാണ്. അയ്യോ, എനിക്ക് ആ സമയത്ത് എനിക്ക് റിലേഷൻഷിപ്പ് പോയിട്ട് എന്റെ പുരുഷ സുഹൃത്തുക്കളെ എനിക്ക് ദൈവമേ, ഈ മനുഷ്യരും പുരുഷന്മാര് മൊത്തം പ്രശ്നമാണെന്നുള്ളൊരു ഈ പോയിന്റിലേക്കൊക്കെ നമ്മൾ എത്തിപ്പോകും ആ സമയത്ത്, സമയത്ത്. പക്ഷെ പിന്നെ സ്ലോലി റിയലൈസ് ദാറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ ഉണ്ടല്ലോ. നമ്മുടെ അപ്പനുണ്ട്, നമ്മുടെ ചേട്ടനുണ്ട്, അപ്പന്റെ അനിയന്മാരുണ്ട്, അമ്മയുടെ ബ്രദേഴ്സ് ഉണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരാരും ദേ ആർ ആക്ച്വലി ഗുഡ് പീപ്പിൾ. സോ നല്ല മനുഷ്യരും ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ. ഇതൊക്കെ ഒരു ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഞങ്ങളിപ്പം ക്രിങ്കിലാണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഫാദേഴ്സ് ഇപ്പൊ പേരന്റിങ് ഭയങ്കര ഏരിയ ആണ്. ഇപ്പൊ ക്രിങ്ക് അഡ്രസ് ചെയ്യുന്ന ഒന്ന് സെൽഫാണ്, ഒന്ന് പേരന്റിങ് റിലേഷൻഷിപ്പ് വർക്കാണ്. അപ്പൊ പേരന്റിങ്ങിൽ പലപ്പോഴും ഫാദേഴ്സ് ഇപ്പം എനിക്ക് തന്നെ ഇപ്പം എന്റെ മകൾ ഐഷ ഇപ്പൊ അവളൊരു മെൻസ്ട്രൽ സൈക്കിളിലൂടെ പോയപ്പോൾ there was actually a gap between me and her. അതായത് അവളുടെ ഭാഗത്ത് അത്രയും നാൾ എന്റെ പുറത്ത് കയറി ചാടിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു വലിക്ക്. അപ്പൊ എന്റെ എന്തെങ്കിലും കുഴപ്പം, ഞാൻ ആദ്യം സെൽഫ് ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. എന്റെ എന്തെങ്കിലും കുഴപ്പം, ഞാൻ വെച്ചാൽ ഭയങ്കര ഇൻവോൾവ് ആണ് പിള്ളേരായിട്ട്, അത്രയും നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പം പിന്നെ ആണെങ്കിൽ ദേ ആർ ടീച്ചിങ് മി മെനി തിങ്സ് ഓൾസോ. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ഇപ്പം അവര് ഭയങ്കര ആനിമൽ ലവേഴ്സ് ആയിട്ട് അതിന്റെ പേരിൽ അവര് ബേർഡേഴ്സ് ആയപ്പോ ഞാൻ ബേർഡർ ആയതാണ്, അവര് ആനിമൽ ലവേഴ്സ് ആയപ്പോ അങ്ങനെ ആയതാണ്. ഇപ്പൊ എത്രത്തോളം ഞാൻ ലേൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സ്ട്രേ കാറ്റ്സുമായിട്ട്, എന്റെ 2 ഗേൾസ് സ്ട്രേ കാറ്റ്സുമായിട്ട് ഭയങ്കര സ്ട്രേ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്, എന്ത് ജീവികളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നാണ്. അപ്പൊ ഇതുങ്ങളുടെ കൂടെ പോയി എങ്ങനെയാണ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആനിമലിനെ അടുത്തോട്ട് വിളിക്കാന്ന് ഞാൻ പഠിച്ചു എന്ന് അറിഞ്ഞിട്ടില്ല. ഞങ്ങള് പുറത്തു പോയപ്പം ഐ തിങ്ക് ആക്ച്വലി ഞങ്ങൾ റിയാദിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഇപ്പം എവിടെ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ഞാൻ വെറുതെ നിൽക്കും. അപ്പൊ അവിടെ ഒരു സ്ട്രേ കാറ്റ് ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്, മറ്റേ പേർഷ്യൻ കാറ്റ്സ്. അത് ആണല്ലോ അവിടെ സ്ട്രേ കാറ്റ് പേർഷ്യൻ കാറ്റ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാഡ്ലി വെറുതെ അലർജി ആയിരിക്കും, ഫർ അലർജി ആയത് കാരണം നോ. അപ്പൊ ഞാൻ അറിയാണ്ട് തന്നെ അവര് ചെയ്ത പണി ചെയ്തു. അത് ഞാനുമായിട്ട് ബോണ്ട് ചെയ്തു. അതിൽ ഒരു റോഡിൽ അത് അവരെ അത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ്. കാരണം അതുവരെ ഞാനൊരു സ്ട്രേഞ്ച് ഇവരുടെ കൂടെ എന്നിട്ടാണ് ഇതിനൊക്കെ കാണുക. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരെണ്ണത്തെ കണ്ടപ്പം അവര് കൂടില്ലാതെ കണ്ടപ്പോഴും ഞാൻ അവര് ചെയ്യുന്ന അതേ ആക്ട് ചെയ്തു. അപ്പൊ അത്രയും ബോണ്ടഡ് ആയിട്ടുള്ള അവര് എന്റെ അടുത്ത് ആ ഒരു പീരീഡ് ഉണ്ടല്ലോ. പിന്നെ അത് മറിയാണ് എന്നെ കറക്റ്റ് ചെയ്ത് തരുന്നത്. എനിക്ക് പറഞ്ഞു അത് അങ്ങനെയല്ല റെസ്റ്റ് എടുക്കേണ്ടത്, അത് റെസ്റ്റ് സെൽഫ് ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. അവളിപ്പം ഒരു ഹോർമോണൽ ചേഞ്ചിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ റെസ്റ്റ് ഇപ്പൊ അകലല്ല, അവൾക്ക് എന്താണോ അവിടെ ഞാൻ ആവേണ്ടത് അതാവുകയാണ് വേണ്ടത്. ഒരു ബോഡി ബൗണ്ടറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമല്ലോ പെൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് ശരിക്കും ഒന്ന് ആ പെൺകുട്ടികളെ തന്നെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുക പേരൻസ്. പിന്നെ ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അവക്ക് എന്താ പണ്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിരുന്നു ഫാദറുമായിട്ട്, ഇപ്പൊ അവള് മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ നെഗറ്റീവ് ആയിട്ടാ പറയണത്. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഫാദറുമായിട്ട് അറ്റാച്ച്ഡ് ആവേണ്ടത് അവർക്കും അറിയത്തില്ലല്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് അവർക്കും അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ഞാൻ അപ്പന്റെ തലയിൽ കയറുന്ന ഇറങ്ങുന്ന ടീമായിരുന്നു. ബൗണ്ടറി വെക്കണോ നമുക്ക് അറിയത്തില്ല, എനിക്കും അന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പൻ പണ്ട് നോക്ക് ചെയ്യാതല്ലേ, കൊച്ചല്ലേ മുറിയിലേക്ക് കയറുന്നത്, അപ്പൻ നോക്ക് ചെയ്യാത്തത് എനിക്ക് പിന്നെ അങ്ങോട്ട് വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പൊ ഞാൻ നമ്മൾ ചിലപ്പോ ചേഞ്ച് ചെയ്യുമായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് എല്ലാം പ്രശ്നമാണ്, അങ്ങനത്തെ ഇരുതേ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഐഷന്റെ കാര്യത്തിലും ഐഷ അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും പഴയ വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്തു. ഇപ്പോഴും ചാട്ടവും മറിച്ചിലൊക്കെ ഉണ്ട്, പക്ഷെ വേറൊരു രീതിയിൽ അവൾ. അപ്പൊ മറിയാണ് എനിക്കത് ഡയറക്ഷൻ തരുന്നത്, മറിയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഞാൻ അവിടെ എങ്ങനെയാണ് ഞാൻ ആസ് എ ഫാദർ ഗ്രോ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക്. അപ്പൊ ഒരു ഫാദർ എന്ന് പറയുന്ന ലെവലിൽ എല്ലാ കാലത്തും എനിക്കൊരു ഗ്രോത്ത് ആണ് വേണ്ടത്. അപ്പൊ ആ ഒരു സാധനം വന്നപ്പം ഐ ഓവർകം ഇറ്റ്. പക്ഷെ പലപ്പോഴും ഫാദേഴ്സിന് പറ്റണമെന്ന് വെച്ചാൽ ഈ പ്രായത്തോടെ അവരങ്ങ് അകന്നു പോവാൻ. അപ്പം ഇത് കാരണം പലപ്പോഴും ഇപ്പൊ തെറപ്പിയിൽ വരുന്ന ആൾക്കാർക്കും ഒരു നല്ലൊരു എക്സാമ്പിൾ ഓഫ് എ മെയിൽ എന്ന് പറയുന്ന ചിലപ്പം ഈ ഫാദറിന്റെ ആബ്സെൻസ് കാരണം ഇല്ലാതെ അഞ്ജുവിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം പല ഗേൾസിനും ഈ കാരണം കൊണ്ടില്ല. അപ്പൊ അവര് ഫുള്ളി ഇതിനെ നെഗറ്റീവ് ആയിട്ടാണ്, ഓൾ ദ മെൻ ആർ റോങ്, ആ ഒരു മൈൻഡ് സെറ്റ്. അവർക്കൊരു ഗുഡ് ഫിഗർ എക്സാമ്പിൾ ഫിഗർ അവിടെ ഇല്ല. എനിക്ക് എന്റെ അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ വീട്ടിൽ എന്റെ അമ്മ വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ഡിവോഴ്സ്. പുള്ളിക്കാരി ഞാൻ
ഇപ്പൊ അമ്മ അങ്ങനെയല്ല. ഷീ ചേഞ്ച്ഡ് എ ലോട്ട് ബിക്കോസ് ഷീ വാസ് ഓൾസോ ഗോയിങ് ത്രൂ സംതിങ്. അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത്. നാട്ടുകാരുടെ ചോദ്യം, ഞങ്ങളൊരു സ്മോൾ ടൗണിൽ നിന്നാണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം. ഇപ്പൊ ഞാൻ വീട്ടില് ഒരാഴ്ച ഞാൻ വീട്ടിൽ വന്ന് നിന്നാ ഓക്കെ അഞ്ചൊരു ഗർഭമായിരിക്കും എന്ന് പറയും. ഇപ്പൊ എന്നിട്ട് ഞാനൊരു 1 മാസം നിന്നിട്ടും വയറ് വീർക്കാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ നടന്നു കാണുമായിരുന്നു. അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാൻ ഇപ്പോഴല്ല പണ്ടത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ എപ്പോഴും ഒരു 2-3 മാസം വീട്ടിൽ നിന്നു. there was some problem happening. സംഭവം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്. അപ്പൊ നാട്ടിൽ അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരിയെ മോഹിച്ചു ഞാൻ ഗർഭിണിയാണെന്ന്. എന്നിട്ട് അമ്മ ഈ ഗർഭിണികൾ പപ്പായ തിന്നാൻ പാടില്ല എന്നെങ്ങാണ്ടൊരു പരിപാടി ഞാൻ കണ്ടില്ലേ. അപ്പൊ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മ വീട്ടിലെ പപ്പായ കുത്തി ഇളക്കി താഴോട്ട് ഇട്ടപ്പോ അവിടെ നിന്ന് വിളിച്ചു, അയ്യോ അഞ്ചോനത് കൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ, കൊടുത്താൻ പറ്റില്ല, ഈ സമയത്ത് ഇതൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ ഏത് സമയത്ത് അപ്പൊ അമ്മ ടൈമാണ് ഓർക്കുന്നത്. വൈകിട്ട് 5 മണി സമയത്ത് അമ്മയെ കുത്താ നിൽക്കുന്നത്. ഈ സമയത്ത് ഇനി ഇത് പറിക്കാൻ കൊറേ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ. മറ്റേ കറിവേപ്പിലയുടെ അടുത്ത് ഈ മെൻസ്ട്രുവൽ ഇതുള്ള സ്ത്രീകൾ പോകരുത്, അതിനെന്തൊക്കെയോ പറയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സാധനമാണ് നിൽക്കുന്നത്. പിന്നെ പുള്ളിക്കാരി മറ്റേ ടെറസിന്റെ മുകളിലാണ് നിന്നിരുന്നത്. അവര് താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഷോ ഇങ്ങനെ സമയത്ത് 5 കൊടുക്കല്ലേ. അപ്പം അതിന് ആര് പറഞ്ഞു, അതിനതൊന്നും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു 5-3 മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ചു വിശേഷമൊക്കെ ഇച്ചിരി ആ സമയത്ത് ഇച്ചിരി വണ്ണവും വെച്ചിട്ടുണ്ട് ആ സമയം. അത് മറ്റേ എനിക്ക് ഇൻഹേലർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇൻഹേലർ ഉണ്ട്, എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. അപ്പൊ ഞാൻ ഇഷ്ടംപോലെ സ്റ്റിറോയിഡ് എടുത്തിട്ടുണ്ട് ആ സമയത്ത്. അത് എന്നിട്ട് ജീവൻ മരണ പോരാട്ടമായിരുന്നു ആ സമയത്ത് എനിക്ക്. അപ്പൊ അതിന്റെ പേരിൽ വെച്ച വണ്ണോ. പക്ഷെ ആൾക്കാർ എടുക്കുന്നത് ഇങ്ങനെയാ. പക്ഷെ അതൊരു പോയിന്റ്. ഇപ്പൊ അമ്മ വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ഡിവോഴ്സ്. ഈവൻ ദോ ഞാനൊരു 18 വയസ്സിൽ ജോലി എടുക്കാൻ തുടങ്ങിയ ആളാ. അപ്പൊ തൊട്ട് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ അന്ന് എന്റെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്തിരുന്നത്, ഞാൻ ചെറിയ കൊച്ചായിരുന്നത് കൊണ്ട് പേരൻസ് ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അവരത് വരുന്ന പൈസ അവർ അക്കൗണ്ടിൽ ഇടും. എനിക്കറിയാം അവരായിരിക്കും കാർഡെല്ലാം കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ഐ ഹാവ് അതിനകത്തുനിന്ന് എടുക്കാനുള്ളൊരു സിസ്റ്റം അവരെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു വെച്ചിരുന്നത് ഒരു ഏജ് വരെ. അത് കഴിഞ്ഞ് വൺസ് ഞാൻ ഇവള് സൂക്ഷിച്ച് ചെലവാക്കുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കാർഡെല്ലാം കയ്യിൽ തിരിച്ചു തന്നു. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു കാർഡൊക്കെ യൂസ് ചെയ്യുന്ന വളരെ വിരളമായിരുന്നു. 2012-13 ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇത്രയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്നെ അമ്മയ്ക്ക് സംശയമായിരുന്നു ഞാൻ ബാധ്യതയായിട്ട് മാറുമെന്ന്. അത് ഞാനിപ്പോ ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് രീതിയിലാണ് ബാധ്യതയാവുന്നത്? എല്ലാം കണക്റ്റഡ് ടു നെക്സ്റ്റ് മാരേജ്. ഇവിടെ നിന്ന് പോകുവോ? നിന്ന് പോവാൻ ഞാൻ നിങ്ങളുടെ അടുത്തല്ലല്ലോ നിൽക്കുന്നത്, ഞാൻ വേറെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ? പക്ഷെ ആ പോയിന്റിലാണ് എൻ്റെ അപ്പൻ. എൻ്റെ ചെറുപ്പകാലത്തിൽ അപ്പൻ ഭയങ്കര മറ്റേ പ്രസന്റ് ആയിട്ടുള്ളൊരു ഇമോഷണലി ഭയങ്കര ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാദർ ആയിരുന്നു എന്ന് വെച്ചാൽ അല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഹി ഹാസ് ഹിസ് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അപ്പന് കുറെ കാര്യങ്ങൾ റിയലൈസേഷൻ ഉണ്ടായി. അത് അമ്മ എപ്പോഴും പറഞ്ഞ് ചിരിക്കും. മോളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അപ്പന് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഭാര്യനെ ഇത്ര നാളും ബുദ്ധിമുട്ടിക്കുമായിരുന്നു. മറ്റേത് ഫ്രണ്ടിലിരുന്നിട്ട് മിനി ചായ പത്രം വായിച്ചിട്ട് ഇതായിരുന്നു. പക്ഷെ ഇപ്പോ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ആ ഒരു മേ ബി ലൈക്ക് ഒരു അപ്പൻ 50 വയസ്സായിരിക്കും ആ സമയത്ത്. ഞാൻ ഊഹിക്കോട്ടെ, എനിക്ക് കറക്റ്റ് അറിയില്ല. 50 വയസ്സിൽ ഹി ചേഞ്ച്ഡ്. പുള്ളി മൊത്തം മാറി. എല്ലാ ജോലിയും ചെയ്യാൻ പുള്ളി റെഡിയാണ്. സോ എനിക്കിപ്പോ വീട്ടില് ജോലി എടുക്കാൻ ആൾക്കാരെ കാണുമ്പോ ഞാൻ ഈ 50-ആം വയസ്സിൽ എന്റെ അപ്പന് മാറാമെങ്കിൽ ആർക്കും വേണമെങ്കിൽ മാറാം. ഇപ്പൊ എനിക്ക് ഞാൻ ഓർക്കും അമ്മയപ്പനും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. അവര് കിഡ്സിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന പേരൻസ് ആണ്. അല്ല ഒരിക്കൽ പോലും ഒരു സ്നേഹം മറ്റേ എന്താ റൊമാൻസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവരുടെ ഇടയ്ക്ക്.
പക്ഷെ ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനം ചില ആക്ഷൻസിലൂടെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ അമ്മയ്ക്കൊരു ഷോപ്പുണ്ട്, ടൈലറിങ് ഷോപ്പുണ്ട്. എൻ്റെ ഉടുപ്പുകളൊക്കെ തുന്നണതെല്ലാം അമ്മയാണ്. അപ്പം അമ്മ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് 5 മണി 6 മണി ഒക്കെ ആകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. അതുവരെ എൻ്റെ അപ്പൻ ചായ കുടിക്കാതിരിക്കും. അമ്മക്ക് ചെടിപ്രാന്താണ്. അപ്പോൾ കുറേ ചെടിയുണ്ട്, വീടിന്റെ ചുറ്റും മൊത്തം ചെടിയാണ്. അപ്പൊ ഈ ചെടീനെയൊക്കെ പുള്ളി നനച്ചു വെക്കും ആ സമയമാകുമ്പോഴത്തേക്കും. പിന്നെ അമ്മ ഇപ്പൊ എങ്ങാനും അമ്മ 7 മണിയൊക്കെ ആയപ്പോ ആണെങ്കിൽ പുള്ളി ചായ കുടിച്ചു പോകും. ആ ചായ കുടിച്ചു പോകുവാണെങ്കിൽ അമ്മ വരുമ്പോ കറക്റ്റ് അമ്മ അവിടെ പൂട്ടുന്ന സൗണ്ട് പുള്ളിക്ക് കേൾക്കാം, ഇവിടെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് ഇവിടെ കറക്റ്റ് സമയത്ത് ആ ചായ രണ്ടാമത് ചൂടാക്കി ഗ്ലാസ്സിൽ കൊണ്ടേ ഡൈനിങ് ടേബിളിൽ വെച്ച് പുള്ളിയും വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ദാറ്റ് ഈസ് സച്ച് എ വണ്ടർഫുൾ തിങ്. പുള്ളി മാറി എന്നുള്ളത് സച്ച് എ വണ്ടർഫുൾ തിങ്. ഞങ്ങൾ പറയും ഈ അപ്പനായിരുന്നെങ്കിൽ അപ്പനെ വേണം ഞാൻ കല്യാണം കഴിക്കാൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് അപ്പൻ. പക്ഷെ പണ്ട് ഒരു ബിഫോർ 50 ആയിരുന്നു എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനബിൾ ആണ്. ഞാന് കല്യാണം കഴിച്ച് പോയ പിന്നെയാണ് പുള്ളിക്ക് ഈ ചേഞ്ചസ് മൊത്തം ഈ ഒരു ചേഞ്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അധികം ലേറ്റ് ആവാതെ തന്നെ ഇപ്പൊ 50-ആയിരിക്കാം എന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണേന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിലെ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ആക്ച്വലി എൻജോയ് അല്ലേ? ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പൊ എനിക്ക് എൻ്റെ ആദ്യത്തെയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ നമ്മള് ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ സംസാരിക്കാം. മറ്റേ പൊന്നെ കരളി അങ്ങനത്തെ വിളിയൊന്നുമില്ല. ഓഫ് കോഴ്സ് പ്രൈവറ്റ് മൊമെന്റ്സിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടാകുമായിരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ അടുത്ത് ഒരു സാധനം ചെയ്യാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആദ്യം റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ എനിക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ബിക്കോസ് യു വാസ് നോട്ട് യൂസ് ടു സച്ച് എ തിങ്. ഇപ്പൊ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഗ്രോത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ ഒരു ഗ്രോ ചെയ്യാൻ പറ്റുക. ആദ്യത്തെ അടുത്ത് വെച്ച് ഇതേപോലെ തന്നെ മൂപ്പരും പറയും ഞങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു, അഞ്ജു വാസ് ആക്ച്വലി അഞ്ജു റെസ്പോണ്ടഡ് ലൈക്ക് ദിസ്, നൗ ഇങ്ങനെയാണെന്നുള്ള. അപ്പൊ എനിക്ക് എന്റെ ബോസ് ഉണ്ട്, ഷീസ് ഫ്രം US ബോസ്റ്റണിൽ. അപ്പൊ ഞങ്ങള് തമ്മിൽ പിന്നാണെങ്കിൽ അപ്പം 34 ഞങ്ങൾ തമ്മിൽ വെച്ച് ഞങ്ങൾ തമ്മിലുള്ള ഒരു വീക്കിലി 1-to-1 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ പേഴ്സണലാണ്, ഭയങ്കര പേഴ്സണൽ കാര്യങ്ങൾ. അപ്പൊ എനിക്കിപ്പം എൻ്റെ ഒരു 18th 19th വെഡിങ്ങിന്റെ ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ കത്തിയടിക്കുമ്പോഴത്തേക്കിന് 34 ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഷീ ഓൾസോ മാരിഡ് വെരി ഇയർലി. ഞങ്ങളുടെ കൂട്ടുകാരനെ വളരെ യങ്ങായിട്ട് മാറി. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കഥയടിക്കുമ്പോൾ ഷീ വെന്റ് ടു ഡിവോഴ്സ്. അപ്പം ഡിവോഴ്സ് കഴിഞ്ഞു. അപ്പം 34 എനിക്ക് എന്നൊരു വീഡിയോ, എന്താ അവരുടെ പേര്, മെൽ റോബിൻസന്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടി ഇരുന്ന് കാണണം. ഞാനിത് ഈ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും പണ്ടിരുന്ന് കാണുകയും ഒരു തെറപ്പിയിലേക്ക് പോകാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയത്. മൂപ്പര് വേറെ കല്യാണം, ഇവർക്ക് 2 പെൺമക്കളാണ്. പെൺമക്കള് നമ്മുടെ ഇവിടുത്തെ കൾച്ചറിന്റെ രസം വെച്ചാൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ബാക്കിലൊരു ചെടിയുണ്ട്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു എന്തിന് അത് അവള് വന്നിട്ടുണ്ട്, പിന്നാണെങ്കിൽ പിന്നെ അവക്ക് എന്താ പറയാ കോളേജിലൊക്കെ പോയതല്ലേ, പിന്നെ എന്തിനാ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇപ്പൊ കുറെ ദിവസമായിട്ട് നിക്കുക, മോള് വന്ന് കുറച്ച് ദിവസം നിന്നേന് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് പെൺമക്കൾ. അപ്പം ആ റിലേഷൻഷിപ്പിലാണ് 34 പിന്നെ ഷീ ഹാഡ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി. പക്ഷെ വേറെ മാരേജിലേക്ക് പോയിട്ടില്ല. അപ്പം പിന്നെ ഷീ സ്കീ, മൗണ്ടൻ സ്കീ. ഇപ്പൊ കറന്റ്ലി ഷീസ് ഇൻ വെക്കേഷൻ ഫോർ സ്കീയിങ് പോയിക്കാനോട്, ഇപ്പൊ തണുപ്പുള്ള സമയമാണ്. അപ്പം പിന്നെ ആണെങ്കിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്, മൗണ്ടൻ സ്കീയിങ്ങിന് ആക്സിഡന്റ് പറ്റിയിട്ട് ഷീ വാസ് ബെഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കോളൊക്കെ ചെയ്ത് വിശേഷമൊക്കെ അന്വേഷിക്കും. അപ്പം വാഷ്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി ദ ഫസ്റ്റ് എക്സ് ഹസ്ബൻഡ് വിൽ കം, ഹീ ടേക്ക് ഹെർ ടു വാഷ്റൂം. അപ്പൊ ഹീ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്, പക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും റിലേഷനും ഉണ്ടായിരുന്നുണ്ട്. അപ്പം നൗ ഷീ ഈസ് വെരി സാഡ് ദാറ്റ് ആക്ച്വലി ഷീ ലോസ്റ്റ് ദാറ്റ്. അന്ന് ഞങ്ങൾ ഇത് കണ്ട്, അന്ന് ഞങ്ങൾ തെറപ്പിയിലൂടെ പോയി അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. അതായത് ആ ഒരു ചാൻസ് പല റിലേഷൻഷിപ്പും അവരൊരു സ്റ്റെപ്പ് എടുത്ത ഒരു ഈ തെറപ്പിക്ക് പോകുന്നത് ഒരിക്കലും ഒരു ഈസി സ്റ്റെപ്പ് അല്ല. ഇറ്റ്സ് എ വെരി ഹാർഡ് സ്റ്റെപ്പ്. പക്ഷെ അത് എടുത്താൽ ഒരുപാട് കാര്യങ്ങളില് വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ ഐ ഫീൽ സോ സാഡ്. ചില റിലേഷൻഷിപ്സ് ഇങ്ങനെ ഐ എം നോട്ട് എ പേഴ്സൺ ഹൂസ് അഗെയിൻസ്റ്റ് ഡിവോഴ്സ് അല്ല.
ഇപ്പൊ ഞാൻ അന്ന് ഇപ്പൊ കാണാത്തോണ്ട് ഞാൻ പറയാം, ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തപ്പോ ഐ സ്പോക്ക് ഫോർ പീപ്പിൾ ഹു വെൻ ത്രൂ ഡിവോഴ്സ് ഓൾസോ. എന്റെ അന്നത്തെ പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു തെറ്റല്ല. ഇപ്പൊ രണ്ടുപേര് ഒക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, യു കനോട്ട് ഹാൻഡിൽ ദാറ്റ്. ഇപ്പൊ ശരി, ഓപ്പൺ റിലേഷൻഷിപ്സ് ഉള്ള ഒരു കാലഘട്ടമാണ്, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, അവര് തമ്മില് പറ്റുന്നില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആൾക്കാരില്ല. അതായത് ഫ്രണ്ട് ഒന്നും അല്ല, ഒരാളെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുമായിരിക്കും, പക്ഷെ നമുക്ക് തീരെ വർക്കാവുന്നില്ല. അത് തല്ലിക്കുട്ടി എന്തിനാണ് ഈ കൊണ്ടുപോകുന്നത്? അപ്പൊ ഈ ഡിവോഴ്സിന്റെ ചുറ്റുമുള്ള ഒരു വേറൊരു വലിയ സ്റ്റിഗ്മയുണ്ട്. ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് കുറെ ചിരി വന്നിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഡിവോഴ്സ് ചെയ്ത് നിന്നിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ വെഡിങ് വന്നു. വെഡിങ് വന്ന സമയത്ത് നമ്മളെല്ലാരും കൂടെ ഡാൻസ് കളിച്ചു, 2-3 ഡാൻസ്. അപ്പൊ എനിക്ക് അന്ന് ആലമ്പാൻ കിട്ടിയ നല്ലൊരു സാഹചര്യം. ഞാൻ കേറി അങ്ങ് പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു. അത് തന്നെ. ചില റിലേറ്റീവ്സ് ഒക്കെ അമ്മ അടുത്ത് വന്നിട്ട് ഡിവോഴ്സ് കഴിഞ്ഞ് തുള്ളുന്നത് കണ്ടില്ലേ. അപ്പൊ ഞാൻ അമ്മ വന്നിട്ട് വന്നേ, ആൾക്കാരിങ്ങനെ ആൾക്കാരോട് പോകാൻ പറഞ്ഞു. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് അപ്പോഴത്തേക്കും അങ്ങനെ എത്തിയായിരുന്നു, ഇവരോട് പോകാൻ പറയും, ഇവരല്ലല്ലോ. അപ്പൊ ഇതിനകത്തൊരു മെയിൻ സംഭവം, എന്റെ അപ്പൻ വാസ് വെരി സപ്പോർട്ടീവ്. വെരി സപ്പോർട്ടീവ് എന്ന് വെച്ചാൽ പുള്ളി ഒരിക്കൽ പോലും എന്നോട് മോൾ ഡിവോഴ്സ് ചെയ്യരുത് എന്നൊരു സെന്റൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാ ഡിവോഴ്സ് ചെയ്യണോന്നും ഒരു സെന്റൻസ് പറഞ്ഞിട്ടില്ല. ഹി വാസ് ഇപ്പൊ ഞാൻ ഒരിക്കലും ഞങ്ങൾ ഇതിനെപ്പറ്റി അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല, ഞാനും എൻ്റെ അപ്പനും. എൻ്റെ അമ്മയും ഞാനും കൂടെ ആയിരുന്നു പൊരിഞ്ഞടി. ഡിവോഴ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ള അടി നടക്കുന്നത് ഞാനും അമ്മയും തമ്മിലായിരുന്നു. ഇപ്പൊ ഈ അപ്പൻ്റെ ഈ ഒരു സപ്പോർട്ട് എനിക്ക് മനസ്സിലായത്, പുള്ളി ഒരിക്കലും വോക്കലല്ല ഒരു കാര്യത്തില്. മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനത്തെ ഒരു സാധനമില്ല, ആക്ഷൻസ് ആണ്. ഇപ്പൊ അമ്മയടുത്ത് ചായ എടുത്ത് വെച്ചു കൊടുക്കുന്ന പോലെ തന്നെയാ. ഇപ്പൊ ഞാൻ എറണാകുളത്തേക്ക് പോരുവാണെങ്കിൽ ഒരു കെട്ട് സാധനങ്ങൾ അമ്മ എടുത്ത്, ആ കൊച്ചിനുള്ള ചിക്കൻ റെഡിയാക്കിയോ, മറ്റേത് റെഡിയാക്കിയോ, കൊച്ചിന് മുട്ട മേടിച്ചിട്ടുണ്ടോ, നാടൻ മുട്ട കൊണ്ടുപോകാൻ നെയ്യ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കലും ഇത് കാറിലെടുത്ത് വെക്കലാണ് പുള്ളിയുടെ ലവ് ലാംഗ്വേജ്. അതാണ് സർവീസ് എന്നുള്ളതാണ് പുള്ളിയുടെ ലവ് ലാംഗ്വേജ് എന്ന് എനിക്ക് മനസ്സിലായി, വളരെ ലേറ്റർ ആയിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പൊ അപ്പൻ്റെ ഒരു, ഞാൻ രണ്ടുപേരും കൂടെ കാറിൽ പോകുമ്പോൾ ഒരു ദിവസം പറയാം, എടി അപ്പൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അടുത്ത കൂട്ടന്, പുള്ളിക്കാരന്റെ മകള് ഡിവോഴ്സ് ആയി, അവർ അടുത്ത കല്യാണം കഴിപ്പിക്കാനായിട്ട് നിൽക്കുക കൊച്ചിന്. ഞാൻ ചെന്ന് പറഞ്ഞു, എൻ്റെ പൊന്ന്, ആ ചേട്ടന്റെ പേര്, ആ ചേട്ടന്റെ പേര് എക്സ് എന്ന് നമുക്കിപ്പോ വയ്ക്കാം, എൻ്റെ പൊന്ന് എക്സേ, ഇത് നീ ഇങ്ങനെ ചെയ്യരുത്. ആ കൊച്ചിന് തോന്നുമ്പോ അവള് കല്യാണം കഴിക്കട്ടെ, നിങ്ങൾ എന്തിനാ അവളെ നിർബന്ധിക്കുന്നത്? നല്ല പഠിപ്പും വിവരവും ഉള്ളൊരു കൊച്ച്, അതിന്റെ ജോലി എടുത്ത്, അതിന് ജോലിയുണ്ട് നല്ല, ആ ജോലി എടുത്ത് അതവിടെ മനസമാധാനായിട്ടിരിക്കട്ടെ. അതിന് കല്യാണം കഴിക്കണമെന്ന് അതെന്തെങ്കിലും വന്ന് പറയും, അപ്പ കല്യാണം കഴിപ്പിച്ചു കൊടുക്ക്, അതല്ലേ അതിന്റെ ശരിയെന്ന്. പുള്ളി ഒരിക്കലും എന്നോട് ഈ സ്ഥാനം പറഞ്ഞിട്ടില്ല, നീ കല്യാണം കഴിക്കണോ, നീ അടുത്ത കല്യാണം കഴിക്കുമോ, ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ അന്ന് പുള്ളി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഫൈൻ, വാട്ട് ഈസ് ഹിസ് സ്റ്റാൻഡ് എന്നുള്ളത്. പക്ഷെ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. പുള്ളി ഡിവോഴ്സ് ചെയ്തതിന് ഒരിക്കലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഡിവോഴ്സ് ചെയ്തു പോയ ആൾക്കാരുടെ അടുത്ത് ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അത് കഴിഞ്ഞിട്ടും ലൈഫ് ഉണ്ട്. ഡിവോഴ്സോടുകൂടി, ഡിവോഴ്സോ കല്യാണമോ അല്ല ഒന്നിന്റെ ജീവിതത്തിന്റെ അവസാനം. ഡിവോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാം. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ 2ാമത് കല്യാണം കഴിച്ച് ഞാൻ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത്. സോ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് തെളിയത്തുള്ളൂ. അല്ലാതെ യു ആർ സ്റ്റിൽ ഒരാളുടെ ഇടി കൊണ്ട് വീട്ടിൽ നിൽക്കുവാണ്. ഐ ഹാവ് സീൻ പീപ്പിൾ ഇഷ്ടം പോലെ ഇടി കൊണ്ടിട്ട്, ഇടി കുത്ത് കിട്ടിയിട്ടും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഡിവോഴ്സിലോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോ ആളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നവരൊക്കെ ഇതുപോലൊരു എക്സാമ്പിളാ പറയാ. എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി അറിയാം, അവിടെ ആ കുട്ടി ഇത്രയും അടി കൊണ്ടിട്ടും ക്ഷമിച്ച് നിൽക്കുന്നോണ്ടാണ് ആ കുടുംബം ഇങ്ങനെ നിൽക്കണത്. കേൾക്കണം നമുക്ക് തോന്നിപ്പോയി, എന്തിനാ കുടുംബം ഇങ്ങനെ. വേറൊരു വലിയ പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മളെയൊക്കെ പഠിപ്പിച്ച് വന്നിരിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യനാണ്. ഇപ്പം
ക്രിസ്ത്യാനിറ്റിയിൽ ത്യാഗം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? എല്ലാ റിലീജിയനിലും അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പൊ ഈ ത്യാഗം, അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ത്യാഗം സഹിക്കണമെന്ന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് സാരമില്ല, അത് വിട്ടുകള. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളത് ക്ഷമിക്കണം. എന്തിന്? ഇപ്പൊ ഞാൻ അമ്മ അടുത്ത്, എന്റെ അമ്മ നാളെ വന്നിട്ട് പറയാ, ഇപ്പൊ പറയത്തില്ലായിരിക്കും, പക്ഷെ പറഞ്ഞാ അമ്മ പറയാ, എടി എനിക്ക് അപ്പനുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, എനിക്ക് ഡിവോഴ്സ്. അമ്മ ഡിവോഴ്സ് ചെയ്യാൻ പിന്നെ ഇതായിരിക്കും എന്റെ കോള്. അല്ല, ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു തരത്തിൽ ഇപ്പൊ ഞാനിപ്പോ എന്റെ പേരൻസിന്റെ കാര്യത്തിൽ വൈ ഡിഡ്ന്റ് ഷീ ചെയ്തില്ല എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു നെഗറ്റീവ് സാധനത്തിൽ ഇപ്പം അതേസമയം അതൊരിടത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യാതെ, അതായത് ഈ ഒരു ട്രാൻസിഷന്റെ പേരിൽ ഇപ്പം എനിക്ക് വേറെ 2 ഫ്രണ്ട്സ്, എന്റെ ക്ലാസ്മേറ്റ്സ്, എന്റെ ക്ലാസ്മേറ്റ് ആണ് ഒരാള്, അപ്പം പിന്നെ ഗേൾ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പം അവര് ഒരു ഭയങ്കര ഷീ വെന്റ് ത്രൂ ആക്ച്വലി ലോട്ട് ഓഫ് ബിഹേവിയറൽ ഇഷ്യൂസ് ഈ ഹസ്ബൻഡിന്. അപ്പം പിന്നെ തീരെ യോജിക്കാൻ പറ്റാത്ത, അതായത് 36 മൊറാൽ അല്ലെങ്കിൽ ഒരു വേ ഓഫ് ഇതുമായിട്ട് യോജിക്കാൻ പറ്റാത്ത, ഭയങ്കര ഓപ്പൺലി അങ്ങനെ കാണിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊരു അഡ്രസ് ചെയ്യാവുന്ന സാധനമാണല്ലോ. അപ്പൊ ഞാൻ അന്ന് ക്രിങ്കോ ഒന്നുമില്ല, എനിക്ക് വളരെ മുമ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഹി വാസ് മേക്കിംഗ്, ബോത്ത് ഓഫ് ദം ആർ മേക്കിംഗ് ടൺ ഓഫ് മണി, ഐ നോ ദാറ്റ്, അങ്ങനെ മതി. അപ്പൊ ഞാൻ 2 പേരും വിളിച്ചോണ്ട് എനിക്ക് ഗൂഗിൾ ചെയ്തിട്ട് അറിയാവുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു. 2 പേരും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി പോകട്ടെ എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് ഇയാൾ ഇറങ്ങി വന്നിട്ട്, ഹീസ് മേക്കിംഗ് ടൺ ഓഫ് മണി, ഐ നോ ഹീസ് മേക്കിംഗ് ടൺ ഓഫ് മണി. മൂപ്പര് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ, ഇത്രയും പൈസ കൊടുത്തൊന്നും ഇത് ശരിയാക്കണ്ട, ഇത്രയും പൈസയാണ്. പറയുന്ന ആൾക്ക് ടച്ച് വുഡ് അങ്ങനെ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇദ്ദേഹത്തിന് ഒരു വലിയൊരു ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്നാൽ മനുഷ്യരുടെ ഒരു അവസ്ഥ അതാണ്. മെന്റൽ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അടുത്തൊരു സ്റ്റേജിലേക്ക് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ ഒരു സംഗതിയുണ്ട്. 17th സെഞ്ചുറിയിലെ ഈജിപ്തിലെ മാരേജ് രജിസ്റ്റർ നോക്കുമ്പം ഒരു ലേഡി ഒരു ആവറേജ് 2 to 3 മാരേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഹസ്ബൻഡ് മരിക്കുവോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാന്ന്. ആ ആൾക്കാർക്കുള്ളൊരു സെൻസ് ഓഫ്, എന്താ പറയാ, ആ സെൻസ് ഉണ്ട്. 17th സെഞ്ചുറി ആണെന്ന് നമ്മൾ വിചാരിക്കണം. 21st സെഞ്ചുറി ആയിട്ടും ആൾക്കാർക്കൊരു റെഡിയല്ല. അതൊരു മൊറാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് കാണുകയാണ്. ഇപ്പം ഒരാൾ ഡിവോഴ്സ് ചെയ്ത് അടുത്തൊരു കല്യാണം കഴിച്ചാൽ അതൊരു ഭയങ്കര ഒരു ഈവിൾ സാധനമാണ് എന്നൊരു അപ്രോച്ച് ഭയങ്കര അണ്ടർലൈങ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ഡിവോഴ്സിൽ കൂടെ പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മാറും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ആൾക്കാർക്ക് എന്നോടുള്ള അപ്രോച്ച് മാറിയിട്ടുണ്ട്. അതുവരെ നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നിരുന്ന ആൾക്കാര് പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും. നമ്മളൊരാ ഒരു മീമില് എന്നുള്ള സാധനം. അപ്പൊ നമ്മൾ എനിക്കത് മനസ്സിലാവത്തേ ഇല്ല. ഇപ്പൊ അവര് മാരീഡാണ്, ഇപ്പുറത്തേക്കുന്ന ആൾക്കാർ മാരീഡാണ്. അവ ഞാൻ ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടും ഇല്ല. പിന്നെ അപ്രോച്ച് വ്യത്യാസം കണ്ടിരിക്കുന്നത്, കുറെ പേര് സിമ്പതി അപ്രോച്ച് ഉണ്ട്, കുറെ പേര് മറ്റേ ഉപദേശം അപ്രോച്ച് ഉണ്ട്, വേറെ കുറെ പേരുണ്ട് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ വി ഹാഡ് എ വെരി ഫണ്ണി ഇൻസിഡൻറ്റ്. നമ്മൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഞാനും വേറൊരു ഫ്രണ്ടും താമസിച്ചിരുന്നത്. പുള്ളിക്കാരി ഡിവോഴ്സിയാണ്, പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു മകനും ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഞങ്ങളെന്തോ അവർ കഴിക്കാൻ വിളിച്ചപ്പോൾ എന്തോ പോയതാണ്. അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. അവിടുത്തെ ആൾക്കാരും സെക്യൂരിറ്റി ആയിട്ട് എന്തോ വഴക്കെന്തോ ഉണ്ടായി. ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രശ്നമായിട്ട് കണ്ടു. അപ്പോൾ ഇവര് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ. അപ്പം എനിക്ക് മറ്റവരെ വലിയ പരിചയമൊന്നുമില്ല. കഴിക്കാൻ വിളിച്ചത് കൊണ്ട് ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഫ്രീ ഫുഡ് ഓൾവേസ് ചെന്നതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ ഫ്ലാറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ കറണ്ട് ഒന്നുമില്ല, മൊത്തം ഓഫ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ അവരുടെ ഫ്ലാറ്റിലെന്ന് വെച്ചാൽ വെള്ളം വരണമെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ ആ ഫിൽറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ.
അപ്പൊ കുടിക്കാൻ വെള്ളം നമ്മൾ കുറെ നേരം നമ്മൾ ഇരുന്നു, ഇതെന്താണാവോ ഇല്ലാത്തതെന്നൊക്കെ ഓർത്ത്. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഇല്ല. അപ്പൊ അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ നോക്കിയപ്പോ അവിടെയൊക്കെ കറണ്ട് ഉണ്ട്, നമുക്ക് മാത്രം. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത കറണ്ട്, അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചില്ലേ സ്ത്രീയെ ചോദിച്ചു. ചോദിച്ചപ്പോ ഇല്ലടേ വന്നിട്ടില്ല, സമയമായിട്ടില്ല. അപ്പൊ നമ്മളതൊക്കെ ചെക്ക് ചെയ്തില്ല. ലാസ്റ്റ് നമുക്ക് മനസ്സിലായി ഇവര് മറ്റവരോടുള്ള ദേഷ്യത്തിനെങ്ങാണ്ട്, ആ സെക്യൂരിറ്റിയോട് വഴക്കുണ്ടാക്കിയ ദേഷ്യത്തിനെങ്ങാണ്ട്, ഞങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയെന്നുള്ളൊരു തെറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കുക, പവർ ഓഫ് ചെയ്ത് കളഞ്ഞു. പവർ ഈ ഫ്ലാറ്റിന്റെ പവർ ഓഫ് ചെയ്ത് കളഞ്ഞു. നമുക്ക് എല്ലാവർക്കും താഴെ ഒരു പവർ ഉണ്ട് കേട്ടോ, അത് ഇവര് തന്നെ ആയിരിക്കും, നമുക്ക് അതൊന്നും പ്രൂവ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞങ്ങള് അന്നത്തെ മറ്റൊരു ചോരത്തിളപ്പിന്റെ പുറത്ത് നമ്മള് ഇത് ഇത്ര വലിയ അനീതി നമുക്കെതിരെ. അപ്പൊ 2 ഡിവോഴ്സ് സ്ത്രീകൾ, നമ്മൾ പവർഫുൾ ലേഡീസ്, ഇന്ന് നമ്മൾ ഇത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ചു അടുത്തുള്ള. അപ്പൊ അവര് വന്നു. അപ്പൊ മാതൃകാ പോലീസ് സ്റ്റേഷൻ ആണ് ആ ചുറ്റുവട്ടത്തുള്ളത്. അപ്പൊ ഇവര് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പ്രശ്നം കാരണം നമ്മുടെ ഇവിടെ കറണ്ട് ഇവർ ഓഫ് ചെയ്ത് കളഞ്ഞു, വിച്ച് ഇസ് റിയലി ബാഡ്. ഉടനെ പുള്ളി ചോദിക്കുമായിരുന്നു നമ്മുടെ അടുത്ത് പേരെന്താ. ഞാൻ എൻ്റെ പേര് പറഞ്ഞു അഞ്ജു. കൂട്ടുകാരിയോട് പേര് ചോദിച്ചു പേരെന്താ, പേര് എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാട്ടുകാരിയാണ്. ഓ ഇയാൾ എന്ത് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ അവരവരുടെ പ്രൊഫഷൻ പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു അത് അവരുടെ കുട്ടിയാന്ന് പറഞ്ഞു. ഓക്കെ, ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഡിവോഴ്സ്ഡാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഇയാളെ കല്യാണം കഴിച്ചതാണ്. ഞാൻ പറഞ്ഞു അത് ഞാൻ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, ഞാൻ സെപ്പറേറ്റഡ് ആണ്. പുള്ളി ഉടനെ സ്ത്രീകളായാലുണ്ടല്ലോ രാത്രി ഒരു 7:30-8 മണിയാകുമ്പോൾ ഇങ്ങനെ ഒരു ചെറുക്കനില്ല, ഇപ്പൊ സമയം എത്രയാ 11 മണി. ഈ ചെറുക്കനെയും വിളിച്ച് 8 മണിയാകുമ്പോൾ അമ്മമാര് വല്ല കഥയും പറഞ്ഞു കൊടുത്ത് കൊച്ചിനെ ഉറക്കണം, വീട്ടിൽ കയറിയിരിക്കണം. വല്ലയിടത്തും തെണ്ടാൻ പോയാലേ ഞാൻ അന്ന് ഞങ്ങൾക്ക് അതിന് തിരിച്ച് റിപ്ലൈ ഒന്നും പറയാനൊന്നും പറ്റിയില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും തകർന്നു പോയി ആ ഒരു മൊമെന്റിൽ. എക്സ്പെക്ട് ചെയ്യുന്നില്ല. വി വർ ട്രൈങ് ടു ഗെറ്റ് ഹെൽപ്പ്. നമ്മൾ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് നമുക്ക് മനസ്സിലായി ജസ്റ്റിസും മാങ്ങാത്തിലൊന്നും എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. ഡിവോഴ്സ് കഴിഞ്ഞ അപ്പോഴത്തേക്കും ഇതങ്ങ് മാറി, അപ്രോച്ച് അങ്ങ് മാറി. അപ്പൊ നിങ്ങള് ഇപ്പൊ ലൈക്ക് എനിക്ക് തോന്നിയത് പുള്ളിയുടെ അപ്രോച്ച് മൊത്തത്തിൽ മാറിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വേറെന്തോ പരിപാടിക്ക് പോയി എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിയുടെ ടോൺ വാസ് ലൈക്ക് ദാറ്റ്. അപ്പൊ പിന്നീട് ഞാനപ്പോ അന്ന് ഞാൻ ആദിത്യയായിട്ട് റിലേഷൻഷിപ്പിലൊന്നും അല്ല. അപ്പൊ ആദിത്യ വാസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആദിത്യനെ വിളിച്ചിട്ട്, ആദിത്യനെയും നമ്മുടെ വേറൊരു ഫ്രണ്ടിനെയും കൂടെ ഇങ്ങനെ കോമൺ ആയിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു, നിങ്ങൾ തിരിച്ചു പറയണമായിരുന്നു. ഈ ഇഷ്യൂ എന്താണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും തകർന്നു പോയി. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് നിന്നു. പുള്ളിക്കാരെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഐ സ്റ്റിൽ റിമെമ്പർ അവർ ആ ബാൽക്കണിയിൽ ഇരുന്ന് ഏകദേശം ഒരു 11 മണി സമയത്തായിരുന്നു നടക്കുന്നത്. ഭയങ്കര രാത്രിയൊന്നും ആയിട്ടൊന്നും ഇല്ല. അവരൊരു 1 മണി 2 മണി വരെ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്ക് അന്ന് പില്ലുണ്ട്, സ്ലീപ്പിംഗ് പില്ലുണ്ട്. അപ്പൊ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ 12 മണി 1 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും കൊച്ചും കൂടെ പോയി കിടന്നു. അവരന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ഷി വാസ് ഡിസ്റ്റർബ്ഡ് ഫോർ ലൈക്ക് ഒരു ഒരാഴ്ചയെങ്കിലും അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇപ്പം ഞാൻ ഈ ഡിവോഴ്സിന്റെ ഇൻസിഡന്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, ദി പവർ ഓഫ് വേർഡ്സ്. ആൾക്കാർ പറയുന്ന സാധനങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അവര് അല്ലെ അപ്പൊ അഞ്ജു പോലും അവരും അഞ്ജു നാളെ ഒരു അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, എന്തെങ്കിലും നെഗറ്റീവ് ഒരു പോലീസിനെ പിന്നീട് അപ്രോച്ച് ചെയ്യാൻ ഹൗ മച്ച് യു ഫിയർ എന്നുള്ളത് എനിക്ക് പേടിയാണ്. ഞാൻ പിന്നീട് താങ്ക്ഫുള്ളി എനിക്ക് വേറെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരിക്കൽ വണ്ടി തട്ടിയപ്പോൾ എനിക്ക് പേടി. അന്ന് ഞാൻ റീമാരേജ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പേടിയായിപ്പോയി. പോലീസിനെ വന്നു. പക്ഷെ അവർ ഇങ്ങോട്ട് വന്നാ ഇടിച്ചത്. പക്ഷെ സ്റ്റിൽ എനിക്ക് പേടിയായിപ്പോയി. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ എനിക്കറിയത്തില്ല, ഇപ്പോഴും ഉണ്ട്, വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഇത് ഇവിടെ പ്രശ്നമായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഡാഷ് ക്യാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ പ്രശ്നമല്ല എന്നുള്ളത് തെളിഞ്ഞു. പിന്നെ ആ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നിരുന്ന കൂടെ പുറകിലിരുന്ന ആള്
മറ്റേ പുള്ളി അറിയാതെ പറഞ്ഞു ഈ ചേച്ചിയുടെ പ്രശ്നമല്ല ഇവരുടെ പ്രശ്നമാണ്, ഞാൻ കണ്ടതാണ്. നീ ഒരു മാലാഖയാണ്, അങ്ങനത്തെ ഒരു സാധനം. ആക്ച്വലി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പം അവർക്ക് തന്നെ സെൽഫ് ഡൗട്ട് വരും, ഇത് ശരിക്കും ഇനി എന്റെ പ്രശ്നം തന്നെ ആണോ എന്നുള്ളൊരു. ഇങ്ങനെ വരുമ്പോ ഇഫ് യു ക്യാൻ ഷെയർ ആക്ച്വലി എന്താ പറയാ, അതായത് ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡിയെ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് വൺ ഓഫ് എന്താ പറയാ, ഐ തിങ്ക് മറി ക്യാൻ ഷെയർ, ഐ ഡോണ്ട് ഹാവ് ലിബർട്ടി, പിന്നെ അതായത് ഒരു ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരാളെ ഗോയിങ് ത്രൂ തെറപ്പി ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട് ഫാമിലി, മനസ്സിലായില്ലേ, ദേ ആക്ച്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ആ ഒരു ഫേസിലൂടെ കിടക്കുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷീ വാസ് ഓൾസോ ഗെറ്റിംഗ് ഹിൻസ്. പക്ഷെ ഇയാളുടെ സംസാരം മാറുന്നുണ്ട്, പക്ഷെ വൈഫും അതുപോലത്തെ തമാശകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഷീ കുഡൻ റിയലൈസ് ദാറ്റ് ഇതൊരു ദുരുദ്ദേശത്തോടെയാണ് അവര് പറയുന്നത് എന്ന് റെക്കഗ്നൈസ് ചെയ്യാതെ അത്രയും നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് കഴിഞ്ഞപ്പോ തൊട്ട് രണ്ടുപേരും സ്റ്റാർട്ടഡ് എന്താ പറയാ എന്നിട്ട് ആളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു. ഒരു പക്ഷെ എനിക്കറിയത്തില്ല, ഇന്നത്തെ ഞാൻ റിയാക്ട് ചെയ്യും, അന്നത്തെ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള. ഇപ്പൊ അന്ന് ആ പോലീസിന്റെ ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഞങ്ങൾ രണ്ടുപേരും സ്റ്റക്കായി പോയ പോലെ. അപ്പൊ നമുക്ക് ഒന്നാമത് വി ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്, വി ഹാവ് സീറോ സെൽഫ് റെസ്പെക്ട്. ആ സമയത്ത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് തകർന്ന് തരിപ്പണോ നിലത്ത് കിടക്കുക, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഈസ് ലൈക്ക് സീറോ. നമ്മൾ ഫേക്ക് ചെയ്യുവാണ്, ഓക്കെ, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മളങ്ങ് ഫേക്ക് ചെയ്ത് എങ്ങനെയോ ജീവിച്ചു പോവുകയാണ്. അപ്പോഴാണ് നിയമപാലകരാണ് എന്ന് പറയപ്പെടുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു സംസാരം അയാളുടെ റോളിലുള്ളൊരു എന്താ പറയാ, അതായത് ഒരു പോലീസിനെ ആളുകൾ വിളിക്കാന്ന് പറയുന്നത് നമ്മുടെ ഒരു സാഹചര്യം, നമ്മുടെ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു അറ്റം ചെന്നിട്ടാ വിളിക്കുക. അപ്പം പിന്നെ ആണെങ്കിൽ എന്റെ അമ്മയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ലോവർ കോർട്ടിൽ ഒരാള്, ഇപ്പൊ ഒരു ലോവർ കോർട്ടിൽ ഒരാൾ ഒരു കക്ഷി ഒരു കേസിന് വരുമ്പം സാധാരണക്കാരനാണ്, ഷുഡ് ഷോ ആക്ച്വലി ദ മേഴ്സി. അത് കാണിക്കാൻ കഴിയാത്ത ഒരു ജഡ്ജിക്കോ അത് കാണിക്കാൻ പറ്റാത്ത ഒരു വക്കീലിനോ ഒരിക്കലും ഒരു ലോവർ കോർട്ടിലോ ഒന്നും ഇരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലൊക്കെ പോകുന്ന പൈസക്കാരാണ്, 2 lakh ഒക്കെ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലന്മാരെ വെച്ചിട്ട് സുപ്രീം കോടതിയിലൊക്കെ പോകുന്ന പോലല്ല. ഒരു ലോവർ കോർട്ടിൽ വരുന്ന വെച്ചാൽ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് 40,000 രൂപയുടെ കേസിന് അല്ലെങ്കിൽ 1,00,000 രൂപയുടെ കേസിന് ഇങ്ങനെയൊക്കെ വരുന്ന ആളാണുള്ളത്. അല്ലെങ്കിൽ മിനിമൽ ഇങ്ങനെ അബ്യൂസ്ഡ് ആയി അങ്ങനെയൊക്കെ ഒരു രക്ഷയില്ല ജീവിക്കാനുള്ളതാണ്. അവരുടെ അടുത്ത് നമ്മൾ കൈൻഡ്നെസ് കാണിച്ചില്ലെങ്കിൽ ആരുടെ നമ്മുടെ ലോകം കൈൻഡ്നെസ് കാണിക്കണ്ടത്? ഇപ്പൊ ഈ കൈൻഡ്നെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മളെല്ലാവരും കുറച്ചും കൂടെ കൈൻഡ് ആയാൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ വാക്കുകളുടെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളുടെ അടുത്ത് സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ കൊള്ളത്തില്ല, നിന്റെ പാട്ട് കൊള്ളത്തില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടോ ഞാൻ ഈ ഇങ്ങനെ തന്നെ പറയുന്നത്, നിന്റെ പാട്ട് കൊള്ളത്തില്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല. ഇത് നമ്മൾ ഡെയിലി ഇത് തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പുറത്ത് യാതൊരു, ഇപ്പം ഞാനൊന്നിനും കൊള്ളുകയല്ല, ഇന്റേണലൈസ് ചെയ്തിട്ട് പിന്നെ അത് തിരിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പെട്ട പാട്. ഞാനും ആ തെറപ്പിസ്റ്റും കൂടെ ഇപ്പോഴും ഐ ഹാവ് ഇഷ്യൂസ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കമൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്ന കമൻ്റ് ഒന്നും ഞാനിങ്ങനെ മൈൻഡൊന്നും ചെയ്യാറൊന്നുമില്ല, അത് വിട്ട് കളയാന്നുള്ള സാധനങ്ങൾ. പക്ഷെ ചിലരുണ്ട് നേരിട്ട് ഇതിൻ്റെ ഒരു ഒഡാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ഇത് വന്ന് ഒരാവശ്യമില്ലാതെ ഈ കമൻസ് പറയാം. ചിലപ്പോൾ ഈ ചില സമയത്ത് ഒരാവശ്യമില്ലാതെ ഡിവോഴ്സിന്റെ റീസൺ എന്താന്ന്, ഞാൻ കല്യാണം കഴിച്ച് മനസമാധാനമായിട്ട് ജീവിക്കും അപ്പോൾ അതിനകത്ത് ഡിവോഴ്സ് ചെയ്തതിന്റെ റീസൺ, പിന്നെ നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ മറ്റേ നൈസായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വേറെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, നമ്മളെ ഒന്നും പറയത്തില്ല, അങ്ങനെ അവരൊക്കെ മറ്റേ പോക്ക് കേസാണ്. എന്താണ് വാട്ട് ഇസ് ദിസ് പോക്ക് കേസ്? എനിക്ക് അറിയത്തില്ല ഇവരെന്തോ ഉദ്ദേശിക്കും. ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഡിവോഴ്സ്ഡ്. ഐ ഹാവ് ഹേർഡ് ഡിവോഴ്സിന്റെ റീസൺ അതൊക്കെ കോമഡി റീസൺസാ. ഓരോ അറ്റത്തുനിന്ന് പല 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 റീസൺസ് നമ്മളിങ്ങനെ കേട്ടു കൊടുക്കും.
അതില് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു എനിക്ക് തോന്നിയൊരു സാധനമാണ്. ആ സമയത്ത് നമ്മുടെ ബാൻഡിന്റെ ഒക്കെ കൂട്ടത്തില്, എൻ്റെ ബാൻഡല്ല വേറൊരു ബാൻഡിൽ ഞാൻ പാടുന്നുണ്ടായിരുന്നു. സ്ഥിരം പാടുമല്ല, പക്ഷെ കുറേ ഷോസ് ചെയ്യുമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എന്താ ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നൊരു ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് നമ്മൾ ഷോ കഴിയുമ്പോൾ. അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ നമ്മളെല്ലാരും ഇങ്ങനെ പിടിച്ചിട്ടാണ്, ഒരു 5-6 പേരുണ്ടല്ലോ, പിടിച്ചിട്ട് ഒരുമിച്ചായിരുന്നു ചെയ്യുന്നത്. ആ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തിട്ട് ചോദിക്കുക, ഇവളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാ ഇവളുടെ ജീവിത രീതി, വെറുതെ അല്ല അവൻ ഇട്ടിട്ട് പോയത്. എന്നെ ആരും ഇട്ടിട്ട് പോയതല്ല. ഞാനൊക്കെ ഇങ്ങനെ പിന്നാണെങ്കില് ഒരിടത്തിരിക്കുമ്പം രണ്ടൊന്ന് ലേഡീസ് അവിടെ ഇരുന്നിട്ട് ഏതോ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച ഐ തിങ്ക് മഞ്ജു വാര്യരുടെ ഭയങ്കര, അതായത് അവരുടെ വീട്ടിൽ നടന്നതുപോലെ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാനിങ്ങനെ ഇവർക്ക് ഒരു പണിയില്ലേ, അവനോട് ഞാൻ ഇവർക്ക് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടും. എനിക്ക് വെച്ചാൽ എനിക്ക് ഇവൻ മഞ്ജു വാര്യരെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമ്മളെന്താ അതിന് സമയം കിട്ടുന്നില്ല. അപ്പം പിന്നെ മറ്റേ മൈജിയുടെ പരസ്യം, മറ്റേ ലുലു എന്ന് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ മൈജിയുടെ പരസ്യം ഉണ്ടല്ലോ, അതിൽ 36 കാണുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, പണ്ട് നമ്മുടെ കാലത്തൊക്കെ നടിയായിരുന്നല്ലോ, ഇപ്പോഴും നടിയാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റിലാണ്. ഇവർക്ക് ഇത്രയും നേരം ഒരാളെ പറ്റി അവരുടെ കഥകൾ, അവരുടെ എന്താ പറയാ, അതിന്റെ ഭയങ്കര ഇൻസൈഡ് ഔട്ട്, അതായത് അവരുടെ വീട്ടിൽ ഇങ്ങനെ ജീവിച്ച് പറയണത് പോലെ അങ്ങനെ പറയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒക്കെ ഒരു എനിക്ക് സത്യത്തിൽ ചിരി വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറെ അലർജീസ് കിട്ടുന്നത്. ഞാൻ പറയും, ഈ യൂണിവേഴ്സ് ആണോ ദൈവമാണോ ആരാണോ ഈ അലർജി തന്നത്? ഇപ്പൊ എനിക്ക് തന്ന ഈ അലർജി ഒരെണ്ണം എനിക്ക് ഇരുന്നോട്ടെ, സാരമില്ല, അവർക്ക് ഇരിക്കട്ടോ. ഇത് ഈ 10-20 എനിക്ക് തരാതെ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ പകുതി പ്രശ്നം തരുന്നത്. കാരണം എനിക്ക് ഇപ്പൊ പരിപാടി ഷോസിന് പോകണം, അതിനിട്ട് എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, വർക്ക്ഔട്ട് ഉണ്ട്. എനിക്ക് എന്റെ റുട്ടീൻ ഫോളോ ചെയ്തില്ലെങ്കിൽ എനിക്ക് സ്റ്റേജിൽ സ്റ്റാമിന കിട്ടത്തില്ല. അപ്പൊ ഞാൻ അതെല്ലാം കീപ്പ് ചെയ്ത് പോകും. ഇതും കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് ഹായ് എന്ന് പറയാൻ നേരം കിട്ടുന്നില്ല. അപ്പോഴാണ് മഞ്ജു വാര്യരുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, പോരാത്തതിന് ഒരു 100 അലർജി. അപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖം എപ്പോഴെങ്കിലും ഒക്കെ കാണും. അപ്പൊ ഞാനിടയ്ക്ക് ഓർക്കും, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം കൊടുത്താൽ മതി, ചെറിയൊരു അലർജി കൊടുത്താൽ മതി, അപ്പൊ ഇവിടെയൊക്കെ ചൊറിഞ്ഞു വരുന്നതോ. എന്തൊരു ഇതുണ്ട്, അത് എല്ലാവർക്കും ലോകത്ത് ചൊറിയൻ എന്തോ ഒരു ചൊറിയണ ഒരു രോഗം ഉണ്ടല്ലോ, അത് കിട്ടിയാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചൊറിഞ്ഞോളും, ആരും ആ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. സത്യം, ഇത് കുറെ പേര് ഐഡിയലായിട്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എവിടെ നിന്ന് കിട്ടുന്നൊരു സുഖം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവാത്തൊരു ഒരു പാറ്റേൺ അല്ലേ. അതായത് ഒന്നില് ഇതുപോലെ പെണ്ണിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതിനെ ഭയങ്കര ലൈറ്റ് ആക്കി ആള് കുടിക്കും, അതിന്റെ പേരിൽ അവിടെ ഇട്ടിട്ട് പോയത്, ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ലൈറ്റ് ആക്കി പറയും. ഇതൊന്നും ലൈറ്റ് ആക്കേണ്ട കാര്യങ്ങളല്ല. മെന്റൽ ഹെൽത്തും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, ഡിവോഴ്സും ലൈറ്റ് ആയിട്ടൊരു ഇഷ്യൂ അല്ല. ഇപ്പൊ ഇനിയിപ്പോ സപ്പോസ് ഡിവോഴ്സ് ചെയ്തെങ്കിൽ തന്നെ അതൊരു നിങ്ങളൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈമൊന്നും നിങ്ങൾ ചെയ്തിട്ടും ഇല്ല. നിങ്ങൾക്ക് ഏതൊരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും ഇവിടെ അവകാശമുണ്ട് ജീവിക്കാനായിട്ട്. അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അപ്പുറത്തിരിക്കുന്ന മനുഷ്യനോട് അയാളുടെ ബൗണ്ടറിയോട് കാണിക്കുന്ന റെസ്പെക്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഒരു ബൗണ്ടറി വെച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു. അതിപ്പോൾ ഈ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഐ വാസ് ഫോഴ്സ്ഡ് ടു മേക്ക് എ ബൗണ്ടറി. കാരണം എൻ്റെ എവിടം വരെ പോകണം എന്നുള്ളത് എനിക്ക് വെക്കേണ്ടി വന്നു. പക്ഷേ വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. വി ഹാവ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. പക്ഷേ ആ ബൗണ്ടറി അവിടെ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഈ ബൗണ്ടറി എന്നുള്ള സാധനം, പക്ഷെ അത് നിങ്ങളത് വലിയൊരു ടോപ്പിക്കാണ്. അത് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നില്ല, എക്സ്പ്ലോർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഇഫ് യു ഗൈസ് ഡോണ്ട് നോ, ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഈ ബൗണ്ടറീസിനെ പറ്റി. അപ്പൊ ഈ ബൗണ്ടറി വെക്കുന്ന സാഹചര്യത്തിൽ ഞാൻ സെക്കൻഡ് പോയ തെറപ്പിസ്റ്റ് പുള്ളിയാണ് എന്നെ ഡിവോഴ്സിന്റെ സമയത്ത് മൊത്തം ഹെൽപ്പ് ചെയ്തത്. ആഫ്റ്റർ ദി ഡിവോഴ്സ് ആണ് ഐ മൂവ് ടു മൈ കറന്റ് തെറപ്പിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു സാധനമുണ്ട്, ഫ്രീഡം എന്ന് പറഞ്ഞൊരു സാധനം
ഇതുവരെ കിട്ടിയിരിക്കുന്ന രാജ്യങ്ങൾ ഒന്നെങ്കിൽ സ്വയം പ്രഖ്യാപിച്ചതാ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മേടിച്ചതാ. ഈ 2 ഓപ്ഷനേ ഉള്ളൂ, അല്ലാണ്ട് ഇത് കിട്ടത്തില്ല. സോ ഏത് വേണമെന്ന് അഞ്ചു ചൂസ് ചെയ്തു. അപ്പൊ ഞാൻ 2 എടുത്തു. ഞാൻ കുറച്ച് ഞാൻ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു, ബാക്കി ഞാൻ ഫൈറ്റ് ചെയ്തു. ദേ റിയലൈസ്ഡ്, മൈ പേരൻസ് റിയലൈസ്ഡ്, അവർക്ക് ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, ദേ നൗ ബിലീവ് മീ. ആക്ച്വലി ഐ എം ഹാപ്പി ദാറ്റ് വല്ലപ്പോഴൊക്കെ ആദ്യത്തെയായിട്ട് ഒറ്റയ്ക്ക് അമ്മ എവിടെയെങ്കിലും കൊണ്ടുവിടുവോ ഒക്കെ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യത്തെ അടുത്ത് എന്നോടും പിന്നീട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അവള് ഭയങ്കര മിടുക്കിയായിപ്പോയി, അവള് മെച്ചുവർ ആയിപ്പോയി, അവക്ക് യെസ് അതങ്ങനെ ഉണ്ട്. അപ്പൊ ഇപ്പം ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സാധനം ഉണ്ട്. ഇപ്പം പിന്നെ ഞങ്ങളുടെ ഇതേപോലെ സെയിം രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈലും തീരുമാനങ്ങളും. ഇപ്പം മറിയം ഒരു എന്താ പറയാ, നല്ല അത്യാവശ്യം നല്ല മാർക്കോടുകൂടി അങ്ങനെയൊക്കെ പാസ് ചെയ്തു വന്നു. മറിയം ഡിസൈഡഡ് ഇപ്പൊ എനിക്ക് കുട്ടിയെ വളർത്തലാണ്. മറിയം ഭയങ്കരമായിട്ട് എന്താ പറയാ, മറിയത്തിന്റെ തീരുമാനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല എന്ന് പറയുന്ന ആളാണ്. അപ്പം പിന്നെ എന്താ വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവളിപ്പോ ഇത്രയും പഠിച്ചു, ഇവള് എന്താ ജോലിക്ക് കയറാത്ത. അപ്പൊ മറിയം ഇപ്പൊ ഡിസൈഡ് ചെയ്തു ഐ വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ കിഡ്സ് എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് മറിയം ഡിസൈഡഡ് ആക്ച്വലി എന്താ പറയാ, ഇപ്പൊ എന്റെ കുട്ടികൾ ഇങ്ങനായി, ഞാൻ ഐ വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി. അപ്പൊ എല്ലാവരും കുട്ടികളുടെ കാര്യം നോക്കണ്ടേ എന്ന അടുത്ത് അത്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡില്, പക്ഷെ ഇത് എന്നിട്ട് ഒരു ഘട്ടമായപ്പം ആളുകള് സം ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് പല ഇഷ്യൂ വരുമ്പം നമ്മളെ വിളിച്ചിട്ട് അല്ലാതെ റെസ്പെക്ട് ഒന്നും കാണിച്ചില്ലെങ്കിൽ അവരുടെ പ്രശ്നം നമ്മുടെ ചോദിക്കാൻ തുടങ്ങി. മനസ്സിലായി, ദേ സ്റ്റാർട്ടഡ് റെസ്പെക്ട്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഡിസിഷൻ അല്ലാതെ അവരുടെ ഒരു ഇതിന് പോയാൽ ഒരു കാലത്ത് റെസ്പെക്ട് ഉണ്ടാവത്തില്ല, ഒരിക്കലും അവരെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പാടി തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ പാട്ടുകാരി ആവണമെന്നായിരുന്നു കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹം. എനിക്കാണെങ്കിൽ പാട്ടുകാരി ആവണം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കതൊരു സമയത്ത് എനിക്കത് ഭയങ്കര ബേർഡൻ പോലെയായിരുന്നു. കാരണം എല്ലാ ദിവസവും മത്സരം, ഈ യുവജനോത്സവങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടൊരു ജീവിതമായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടം. അപ്പൊ നമുക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ കുറെ നമ്മളുടെ എൻജോയ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് പോയി. ഐസ്ക്രീം ഇല്ല അങ്ങനത്തെ. അപ്പൊ ആ സമയത്ത് അതൊക്കെ വലിയ പ്രശ്നം. ഇപ്പൊ ഓർക്കുമ്പോ ദൈവമേ അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ വല്ലയിടത്തും ഇരുന്ന് 9 to 5 ജോലി എടുക്കേണ്ടി വന്നാലും എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഇട്ടിട്ട് പോയേനെ. പക്ഷെ അമ്മ എപ്പോഴും പാട്ടുകാരി ആവണമെന്നായിരുന്നു അമ്മയ്ക്ക് ആഗ്രഹം. റിയാലിറ്റി ഷോയിൽ കൊണ്ടുപോയതും അമ്മ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ എൻ്റെ പുറകെ നടന്നത്. ഈ ഒറ്റയ്ക്ക് എന്നെ വിടാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ എബ്രോഡ് ട്രാവലൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ആണ് എൻ്റെ കൂടെ വരുന്നത്. ഇവര് ഉറങ്ങത്തും ഇല്ല, കാരണം ഇവർക്ക് ഉറങ്ങാൻ ഓപ്ഷൻ ഇല്ല, ടൈമില്ല. അത്രയും ഉറങ്ങാതെ ഇവർ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. അമ്മയും അപ്പനും രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അമ്മയാണ് ചെയ്തത്, കാരണം ട്രാവൽ ചെയ്യുന്ന അമ്മയായതുകൊണ്ട് കുറെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത്. നിനക്ക് ഈ നെറ്റ് എഴുതിയെടുത്തിട്ട് ഒരു ജോലിക്ക് കയറിക്കൂടെ? ഇതിനൊക്കെ വല്ല ഒരു വിലയുണ്ടോ? മറ്റേ നാഗച്ചേച്ചി നിന്നെ 4 പേർക്ക് അറിയോ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ സ്ഥിരം ചോദിക്കായിരുന്നു. ഇപ്പൊ ഈ ഫാമിലി എന്തെങ്കിലും ഒരു ക്രിസ്മസ് ആവട്ടെ, ന്യൂ ഇയർ ആവട്ടെ, മറ്റേ കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലാന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ എനിക്ക് കിടക്കപ്പുറത്ത് ഇത് തന്നെ എന്നും ഇത് തന്നെ സാധനം. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ഈ പാട്ടിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത അമ്മ, ഞാൻ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, അതെ മോളെ ഇനി ഈ പാട്ടും കൂത്തൊന്നും വേണ്ട കേട്ടോ, നമുക്കൊരു 9 to 5 ജോലി നീ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ 30-ാം വയസ്സിൽ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും ഈ 9 to 5? ഇനി ഞാൻ എന്തോ പഠിക്കാം. ഇനി ഒന്നീന്ന് ഞാൻ നെറ്റ് പഠിച്ചെഴുതി. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 60-70% നിൽക്കുന്നത് പാട്ടിന്റെ കാര്യത്തില്. അപ്പൊ അപ്പത്തേക്കും എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതൊക്കെ ദിസ് ഇസ് എ വെരി നൈസ് ജോബ് എന്നുള്ളത്. നമ്മുടെയൊക്കെ സമയത്ത് ഇതൊരു ഗവൺമെന്റ് ജോലിയായിരുന്നു. ഇത് ഒരു 9 to 5 എന്തെങ്കിലും ജോലി. ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ വയ്യാണ്ട് എടുക്കുമ്പോ ഞാനാണ് കൂടെ നോക്കാൻ വേണ്ടി നിന്ന ഹോസ്പിറ്റലിൽ. അവസാനം എനിക്ക് തന്നെ ഉപദേശിച്ചാണ്, മോനെ
നിനക്കൊരു സർക്കാർ ജോലി, മോക്കൊരു സർക്കാർ ജോലി. അവര് നമ്മളെ സെക്യൂർ ആക്കി വെക്ക എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവർ ആ ഒരു ഇതൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അമ്മയുടെ എല്ലാ ഒരു കംഫർട്ട് സോൺ ഈ ഡിവോഴ്സ് കുലുക്കി കളഞ്ഞു തോന്നുന്നു. അമ്മയുടെ ലോകം തന്നെ, കാരണം ഇത്രയും ചെറുതൊട്ട് പാട്ടുകാരിയാക്കാൻ നോക്കിയ മോളെ ഇതിന് പുഷ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഷീ വാസ് ഡിസ്ട്രോയിഡ് സം. അമ്മയ്ക്ക് പേഴ്സണലി എനിക്ക് പിന്നീടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റിക്ക് സംസാരിക്കുന്നത്. പുള്ളിക്കാരിക്ക് തോന്നിയത് അമ്മ ഒരു ഫെയിലിയർ ആയി പോയെന്ന ആ സമയത്ത് ആസ് എ പേരന്റ്. അപ്പൊ അമ്മ ചുറ്റും നോക്കുമ്പോ അമ്മയുടെ കൂടെയുള്ള വേറെ ആരുടെയും മക്കളൊന്നും ഡിവോഴ്സ്ഡ് അല്ല. അപ്പോ ഞാൻ ആസ് എ പേരന്റ് ഞാൻ ഫെയിൽ ആയിപ്പോ എന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ പ്രശ്നം. പേരൻസിനുണ്ടാവുന്ന എപ്പോഴുള്ള പ്രശ്നം. ഇപ്പൊ എനിക്ക് തന്നെ മോളുടെ കാര്യത്തില് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു, എന്റെ ഭാഗത്ത് എന്തോ ഉണ്ടായി, അവൾ അങ്ങനെ അതുകൊണ്ട് അകന്നു എന്നൊരു പേടിയാണ്, എന്നൊരു എപ്പോഴും ഒരു സെൽഫ് ക്വസ്റ്റ്യനിങ് ആണ്. അപ്പം ഇപ്പം ക്രിങ്കാപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്റ്റാർട്ട് ലേണിംഗ് അബൌട്ട് എ പേഴ്സൺ, അവരൊരു മെന്റൽ സിറ്റുവേഷൻ, അവരൊരു എന്താ പറയാ റിലേഷൻഷിപ്പിൽ വേർ ദേ സ്റ്റാൻഡ് ഇൻ ദർ വർക്ക്, അപ്പൊ അവരെന്തൊക്കെയാണ് വർക്കിൽ സ്ട്രെസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സെൽഫിൽ വേർ ദേ സ്റ്റാൻഡ്, ഇതൊക്കെ കണ്ടിന്യൂസ്ലി ഇറ്റ് ഈസ് ലേണിംഗ്. അപ്പൊ ഒരു ChatGPT അപ്പുറം ആക്ച്വലി ദ AI ഈസ് ആക്ച്വലി ഫ്രീ ഓഫ് ദോസ് കൈൻഡ് ഓഫ് സിക്കോഫൻസി, ഹാലുസിനേഷൻ, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ എന്താ പറയാ ഹെൽപ്പ് എടുക്കേണ്ട സ്ഥലത്ത് വിത്ത് എ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ഓർ ആക്ച്വലി സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ട, അവർക്ക് ജസ്റ്റ് എ സപ്പോർട്ട് മതി കറന്റ്ലി എന്നുള്ള സ്റ്റേജിൽ. ഇപ്പം തന്നെ എന്താ പറയാ 5 മിനിറ്റുള്ള ഇപ്പൊ കറന്റ്ലി പോകുന്ന ഒരു രീതിയിൽ യു നീഡ് ആക്ച്വലി ജസ്റ്റ് എ സപ്പോർട്ട്. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്രീ മാത്രമായിട്ട് അക്കോർഡിംഗ്ലി. അപ്പൊ ഇപ്പം ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് വേണമെന്ന് ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് ക്രീ വിൽ ആസ്ക് ദം ടു ആക്ച്വലി വിത്ത് സെഷൻ വിത്ത് എ തെറപ്പിസ്റ്റ്. ഓക്കെ, സോ ക്രീ വിൽ അണ്ടർസ്റ്റാൻഡ്. Cree will understand. അത് Cree going forward it learn about the person. അപ്പൊ എന്നിട്ട് അവർക്ക് സെറ്റിംഗ് ഗോൾസ്, അവരിപ്പോ ഒരു വെൽബീയിങ് ഗോൾ ആണെങ്കിൽ കറന്റ്ലി ഇവിടെയാണ് ഇപ്പൊ നിൽക്കുന്ന ഒരാള്, യു നീഡ് ടു റീച്ച് ദിസ് പൊസിഷൻ. അപ്പൊ അത് സ്ലോലി സ്റ്റഡിലി, അപ്പൊ വാട്ട് വർക്ക്സ് വാട്ട് നോട്ട് വർക്ക്, ഒരു കാര്യം സജസ്റ്റ് ചെയ്തു. അതപ്പം ഒരു 2 തെറപ്പി സെഷന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇല്ല. നാളെ തീരുമാനിച്ച കാര്യം നാളെ നടക്കണില്ല, Cree will adjust the thing, നാളെ തന്നെ ഡിസ്കസ് ചെയ്യാം. അതെ, അപ്പൊ നമ്മുടെ ഇന്റേണൽ എക്സ്പെരിമെന്റിൽ വി ആക്ച്വലി സീൻ നമുക്കൊരു നോർമലി ഇപ്പൊ നമുക്ക് നോർമൽ തെറപ്പി ഉണ്ട്, ക്രീ പ്ലസ് ഹ്യൂമൻ തെറപ്പി ഉണ്ട്. 2 സാധനങ്ങളാണ് ഇപ്പൊ ക്രിങ്കിലുള്ളത്. അപ്പൊ ക്രീ പ്ലസ് ഹ്യൂമൻ തെറപ്പിയിൽ നോർമലി ഒരു 7 to 9 months അല്ലെ ആ റേഞ്ചിൽ കൊണ്ടുവരുന്ന ഒരു മെഷറബിൾ റിസൾട്ട് വി ക്യാൻ ബ്രിങ് ഇൻ 2 to 3 months. മനസ്സിലായി. ബിക്കോസ് ഓഫ് ആക്ച്വലി ദിസ് എന്താ പറയാ കൺസിസ്റ്റന്റ് ആണ്. എവറി ഇപ്പൊ ഈ ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായ പ്രശ്നം അടുത്ത 10 മിനിറ്റിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ആക്സസിബിൾ ആണ്. അപ്പൊ അവിടെ ക്രീ വിൽ ഓൾസോ ഐഡന്റിഫൈ വേർ ദേ നീഡ് ടു ടോക്ക് വിത്ത് എ ഹ്യൂമൻ തെറപ്പിസ്റ്റ്. Okay, in some cases actually it goes like actually it needs human therapy with the Cree. Some cases actually Cree will go Cree മാത്രമായിട്ട് പോകും. എന്നിട്ട് എവിടെയാണോ ഹ്യൂമൻ തെറപ്പി വേണ്ട there it will enable them to actually എന്താ പറയാ book and go with a consultation എന്ന് പറയും. അപ്പൊ ഇത് കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ പറയുന്ന പോലെ 2 AM ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായാൽ they can take a therapy. അപ്പോൾ ഒരു തെറപ്പി ഇപ്പൊ ഉള്ളൊരു നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ തെറപ്പിസ്റ്റുകൾക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇന്ന് എന്താ ഡേറ്റ്? ഫെബ്രുവരി 4 നമ്മളിപ്പോ ഇതെടുക്കുന്നത്. എൻ്റെ തെറപ്പിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ എനിക്ക് കിട്ടുക അടുത്ത മെയ് മാസത്തിലായിരിക്കും. അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ വിഷയം കൈവിട്ട് പോയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അതൊരു ചെറിയൊരു വിഷയമായിരുന്നെങ്കിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് കോപ്പി ചെയ്ത് പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അവിടെയാണ് ക്രീനിന്റെ അവിടെ ഒരു റൂട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കോപ്പി ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന വെച്ചാൽ അതിന്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്തിട്ടില്ല, അത് റിസോൾവ് ചെയ്തിട്ടില്ല, ദാറ്റ് വിൽ അണ്ടർലൈയിങ് ആയിട്ട് കിടക്കും വീണ്ടും വരെ. ഇവിടെയാണ് ക്രീ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീ സ്റ്റാർട്ട് ഐഡന്റിഫൈയിങ് ദ റൂട്ട് കോസ്, ഇറ്റ് ഡെവലപ്സ് എ പാത്ത് ഫോർ യു. ഈ പാത്ത് എന്നിട്ട് ആ പാത്തും എന്താണെന്ന് വെച്ചാൽ ഐട്രേറ്റീവ് ആണ്. ആ പാത്തും എന്താ പറയാ റീവിസിറ്റ് ചെയ്യും, എവിടെയൊക്കെ ചേഞ്ച് വരേണ്ടത് വരുത്തും. ഈ രൂപത്തിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ആൻഡ് സപ്പോർട്ട്സ് എ പേഴ്സൺ.
അപ്പൊ അവിടെയാണ് വിത്ത് ടെക്നോളജിക്ക് എങ്ങനെ മെന്റൽ വെൽബീയിങ്ങിനെ എനേബിൾ ചെയ്യിപ്പിക്കാം, റിസൾട്ട് എങ്ങനെ ഫാസ്റ്റ് ആക്കാം. ഇതാണ് ശരിക്കും എന്താ പറയാ. അപ്പം അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ വരുന്ന വെച്ചാൽ പലരും ഒരു ഇപ്പൊ തന്നെ അഞ്ജുവിന്റെ ഇപ്പം റിലേഷൻഷിപ്പിന്റെ കേസിൽ യു ടുക്ക് പ്രൊആക്റ്റീവ് തെറാപ്പി, അതായത് എന്താ പറയാ ഒരുമിച്ച് പോയി മാരേജിനൊക്കെ മുമ്പ് തന്നെ യു വെന്റ് ആൻഡ് സീ. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാത്തൊരു ഏരിയ ആണിത്. റിയാക്റ്റീവ് കുറച്ചൊക്കെ അവിടെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പ്രൊആക്റ്റീവ് തീരെ ഇല്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് സീറോ. അപ്പം ക്രീക്ക് ഇപ്പം പലപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്കൊരു വർക്ക് പ്ലേസ് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ഇഷ്യൂ വേണ്ട, ദേ വാണ്ട് ടു ഗ്രോ ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ആസ് എ കോച്ച് ക്രീ വിൽ സപ്പോർട്ട് ദം ടു ആക്ച്വലി റീച്ച് ദ നെക്സ്റ്റ് സ്റ്റേജ്. അതിനെ എനേബിൾ ചെയ്യും അവരെ. അതെന്ന് വെച്ചാൽ അവർ ആസ്പിറേഷൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ആസ്പിറേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ അയാള് നെക്സ്റ്റ് ലെവൽ ഓഫ്, ഫോർ എക്സാമ്പിൾ ഹീസ് ഇൻ ആക്ച്വലി മിഡ് ഒരു ഡെഫിനറ്റ്ലി ഞങ്ങളുടെയൊക്കെ ഒരു കോർപ്പറേറ്റ് കരിയറിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇത് പോകുന്നത്, ഹയറാർക്കി പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ മുകളിലോട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ നമ്മളൊരു മിഡ് ലെവൽ ഇതിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് എത്തും, നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് നമ്മൾ പെട്ടെന്ന് മിഡ് ലെവൽ മാനേജേഴ്സ് ഒക്കെ ഒരു മിഡ് മാനേജ്മെന്റ് ലെവലിലേക്ക് ഒരാൾ എത്തും. അവിടുന്ന് സീനിയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഫ്യൂ സ്റ്റെപ്സ് ആണ്, ലൈക്ക് എ സിഇഒ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള അങ്ങനത്തെ പൊസിഷൻസ്. അപ്പം ദാറ്റ് പേഴ്സൺ നീഡ് ടു ടേക്ക് ആൻ ഏർലി കോച്ച് ഈവൻ ഇൻ ഹിസ് ഏർലി കരിയർ. അവിടെ എത്തണമെങ്കിൽ ആ ഒരു പലപ്പോഴും ഒരു നല്ല കോച്ച്, ഒരു മെന്റർ ആണ് ഈ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത്. ഒരു എക്സിക്യൂട്ടീവ് കോച്ച് ക്രീ ആക്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആക്ച്വലി എ തെറപ്പി. ഒരു അവിടെ മാത്രമല്ല, നമ്മുടെ ഒരു വർക്ക് പ്ലേസിലുള്ള നമ്മുടെ ഒരു സക്സസ് പോലും പ്രൊആക്റ്റീവ്ലി, നമ്മൾ റിലേഷൻഷിപ്പിൽ പ്രൊആക്റ്റീവ്ലി എടുക്കുന്നത് പോലെ വർക്ക് പ്ലേസിൽ ഒരു പ്രൊആക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗോൾസ് ഡിഫൈൻ ചെയ്ത് നമുക്ക് ഇന്നടത്താണ് എത്തേണ്ടത്, ദെൻ അക്കോർഡിംഗ്ലി വർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ജുവിന്റെ ഒരു കേസ് പറഞ്ഞ പോലെ, ഇപ്പം അഞ്ജു എനിക്ക് നല്ല അത്ഭുതമായിരുന്നത്, പാട്ട് പാടാൻ വേണ്ടി യു ഡു എൻഡുറൻസ് എക്സസൈസ്, മനസ്സിലായില്ലേ? അതായത് അപ്പം അത് ചെയ്താലാണ് അഞ്ജു നിൽക്കുന്ന ലെവലിൽ എത്താൻ പറ്റും. പക്ഷെ സംബഡി നീഡ്സ് ടു കം ആൻഡ് ആക്ച്വലി ഒരു കോച്ച് അവിടെ വേണം. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഐ ഹാവ് എ വോക്കൽ ട്രെയിനർ, ഐ ഹാവ് എ ഫിസിക്കൽ ട്രെയിനർ. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞാനും അതിന്റെ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ സംഭവം സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആളുകളൊക്കെ എപ്പോഴും അഞ്ജുവിന്റെ ഒരു എൻഡ് റിസൾട്ട് മാത്രമാണ് കാണുന്നത്. അഞ്ജു ഇവിടെ പാട്ട് പാടുന്നു, നെക്സ്റ്റ് ഡേ US അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസം UK ആളുകൾക്ക് ആ എൻഡ് റിസൾട്ട് ആണ് ആവശ്യം. എനിക്ക് അതാവണം എന്ന്. പക്ഷെ അതിന്റെ പിന്നിൽ there is a lot of എവറി സിംഗിൾ ഡേ വർക്ക് ഉണ്ട്. എവറി സിംഗിൾ ഡേ, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ല ഇതിനകത്തത്. കോൺസ്റ്റന്റ്ലി വർക്കിംഗ്. ഇപ്പൊ നമ്മൾ കൊച്ചിനെ വളർത്തുന്ന പോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ 24/7 ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കില്ല. അതുപോലെ തന്നെയാണ്. ചിട്ടയില്ല, വളരെ കുറവാണ്. ഇപ്പൊ ഭയങ്കര ടയേർഡാണ്. ഇപ്പൊ ചില ദിവസം നമുക്കറിയാം നമുക്ക് റിക്കവറി വേണം എന്ന്. ഇപ്പൊ ബാക്ക് ടു ബാക്ക് കഴിഞ്ഞൊരു ഇതില് നമ്മൾ ബാക്ക് ടു ബാക്ക് 4 ഷോ ചെയ്തു. അത് അവിടെ ഇവിടെ. അപ്പൊ ട്രാവലുണ്ട്, 2 മണിക്കൂർ പെർഫോം ചെയ്യുന്നുണ്ട്, ഉറക്കം വളരെ കുറവാണ്. 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പറയും നമ്മൾ ശവമാണത്, ഒന്നിനും കൊള്ളില്ല, ഡെഡ്. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഞാനന്ന് ഫുള്ളി റിക്കവറിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കും. അപ്പൊ നല്ലോണം ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക, പോയ ഇലക്ട്രോലൈറ്റ്സ് തിരിച്ചു പിടിക്കാൻ നോക്കുക. അപ്പൊ അത്രയും ദിവസം നമ്മൾ പുറത്തുനിന്നായിരിക്കും ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭക്ഷണം കൃത്യമായിട്ട് വീട്ടിനകത്തുനിന്ന് തന്നെ ആക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തിരിച്ചു വന്ന് ആ 2 ദിവസമാണെങ്കിൽ 2 ദിവസം കിട്ടിയുള്ളെങ്കിൽ ബാക്ക് ടു നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമുക്കറിയാം അതൊരു പ്രോസസ്സാണ്. അത് 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും തെറ്റും, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ വരും. അല്ല, അവിടെ അഞ്ജുവിനൊരു കോച്ചില്ലേ, ഇത് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ ഒരു കോച്ചിനെ നമ്മൾക്ക് ഇപ്പം അഞ്ജുവിന് തന്നെ ഈ ഒരു കോച്ചിനെ കുറെ കൂടെ ഒരു ഏർലി, ഇപ്പൊ എനിക്കൊന്ന് മദർ ആയിരുന്നു കാണും ചിലപ്പോൾ ആ ഒരു കോച്ച് ഏർലി ആക്ട് ചെയ്തത്. അപ്പം അവിടെ ഇപ്പം മദറിന് പകരം കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ റോളിൽ, മദറിന്റെ റോളിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ മേ ബി യുവർ എന്താ പറയുക ബാൻഡ് വിഡ്ത്ത് കുറച്ചും കൂടെ മുകളിലെത്തും. യെസ്.
അപ്പൊ ഈ ഒരു പ്രിവിലേജ് നമുക്കിപ്പോ കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് എനേബിൾ ചെയ്ത് തരുന്നത്. അത് യു ക്യാൻ ഹാവ് യുവർ കോച്ച് ആസ് എ പാർട്ട്ണർ 24/7. ദ ഹയസ്റ്റ് പെയ്ഡ് കോച്ചിനെ ഉള്ള എബിലിറ്റീസ് ഉള്ള കോച്ചിനെ വി വാണ്ട് ടു എനേബിൾ ടു പീപ്പിൾ. മനസ്സിലായി. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ആസ് എ സബ്സ്ക്രിപ്ഷൻ ബേസിലാണോ? ഇറ്റ് വർക്ക്സ് ആസ് എ സബ്സ്ക്രിപ്ഷൻ ആക്ച്വലി. ഇപ്പം നമ്മുടെ ഈവൻ ഹ്യൂമൻ തെറപ്പി പോലും ഇറ്റ്സ് വർക്ക് ആസ് എ തെറപ്പി. മുന്നേ പറഞ്ഞില്ലേ ഒരു ഇതൊന്നല്ലാതെ ഒരു സബ്സ്ക്രിപ്ഷനിലായിട്ട് ഒരു 3 month അല്ലെങ്കിൽ ഒരു 6 month അവരെ കൊണ്ട് കമ്മിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിലാണ്. കാര്യം ലോങ് ടേം ഒരു ഗോളിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യണം ഒരാളെ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി there will be multiple sittings അല്ലേ. അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ വന്ന് എന്നിട്ട് അവർക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എനേബിൾ ചെയ്യാണ്. അപ്പം യു ഡോണ്ട് നീഡ് ആക്ച്വലി ടു എന്താ പറയുക സഫർ ചെയ്യേണ്ട ഒരു സൈഡില്. ഒരാളുടെ എബിലിറ്റി എത്തേണ്ട അടുത്ത് തന്നെ എത്തിക്കാൻ ഇഫ് ദേ നീഡ് എ കോച്ച് ക്രീ വിൽ ബി ദർ. ഇപ്പൊ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ലൈഫ് കോച്ച് ആയിട്ട് ആക്ട് ചെയ്യാം. ലൈഫ് ആൻഡ് എക്സിക്യൂട്ടീവ് കോച്ച്. യെസ്. അപ്പം ഇവൻ ഇപ്പൊ ഒരു കരിയറിലെ ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കര ഒരാളെ ഫയർ ചെയ്യണം. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് അഞ്ജുലും ഡെഫിനറ്റ്ലി അല്ലേ വൺ ഓഫ് ദി ഹാർഡസ്റ്റ് തിങ് ടു ഡു. എന്നോട് മറിയം ചോദിക്കായിരുന്നു ചലഞ്ചസ് എന്താണ് ഇപ്പൊ ബാൻഡ് റൺ ചെയ്യുമ്പോൾ ഒരാളെ ഫയർ ചെയ്യുന്നതാണ് ഏറ്റവും ഹാർഡസ്റ്റ്. അഞ്ജു ഒരു ഓണ്ടർപ്രണർ ആണ്. ബാൻഡ് സ്വന്തമായി റൺ ചെയ്യാതിരിക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒരാളെ ഫയർ ചെയ്യുമ്പോ എങ്ങനെ ഡാമേജ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അവിടെ ഇപ്പം ഞാനിപ്പം മറിയം ഐ സ്റ്റഡീഡ് ഇൻ എ ബി സ്കൂൾ. അപ്പം അതെ ഐ എം ഹാവിങ് കുറച്ചൊരു എക്സ്പീരിയൻസ് ഇൻ കോർപ്പറേറ്റ്. അങ്ങനെ എന്താ പറയുക ആളുകളെ മാനേജ് ചെയ്യുന്നത്. മറിയം ലേറ്റർ സ്റ്റാർട്ടഡ് ഇൻ എ കരിയർ ആൻഡ് ആക്ച്വലി ഷീ റണ്ണിങ് തിങ്. അപ്പൊ അവിടെയുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് സീൻ ആക്ച്വലി എന്താ പറയാ ഹൗ പീപ്പിൾ ആർ ഡൂയിങ് തിങ്സ് ആൻഡ് ആക്ച്വലി അത് ലേൺ ചെയ്യുകയും ചെയ്തു ഇതും ചെയ്യുകയും ചെയ്തു. അപ്പം അതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മറിയം ഒരാളെ പിന്നെ ആണെങ്കിൽ ഒരു ചീറ്റിങ്ങിന് ഫയർ ചെയ്യുകയാണെങ്കിൽ മറിയം ചൂടാവും. ഞാൻ വളരെ കൂളായിട്ട്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ആളുകളുടെ അടുത്ത് കൂടുതൽ ചൂടാവുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് കൂടുതൽ റിയാക്റ്റീവായി അല്ലെങ്കിൽ എന്താ പറയാ ആളുകളെ പിടിച്ച് കുലുക്കാൻ ചിലപ്പോൾ വേണ്ടവരെ വെച്ചാൽ ഞാനായിരിക്കും. മറിയം കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് ഇതില് എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആസ് എ പേഴ്സൺ വളരെ സോഫ്റ്റ് ആയിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷെ എനിക്കൊരു ടെറർ സൈഡും ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ഞാൻ ബിസിനസ് ആയിട്ട് തന്നെ കാണുകയും ചെയ്യും. ഞാൻ ഇഫ് സംബഡി കോൾസ് മീ എ ബിച്ച് ഇറ്റ്സ് ഓക്കെ. That's all right. നമ്മള് ഒരു പ്രൊമോഷൻ ആയിട്ട് ഒരു അവാർഡായിട്ട് നമ്മളത് എടുക്കണം. അങ്ങനെ എടുക്കും. അങ്ങനത്തെ ഒരു ഇതാ. അതിന്റെ പേര് ഞാൻ കരയാതിരിക്കത്തൊന്നുമില്ല. ഇപ്പൊ ആദ്യത്തെ സ്ഥിരം പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഞാൻ പണ്ട് ഞാൻ വിചാരിക്കുന്നത് കരയുന്നതൊരു വീക്ക്നെസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്റെ തെറപ്പിസ്റ്റ് എനിക്ക് മാറ്റി തന്നത് കരയുന്നത് ആര് പറഞ്ഞു വീക്ക്നെസ് ആണ്. വൈ കാണ്ട് യു സീ ഇറ്റ് ആസ് എ സ്ട്രെങ്ത്. ഇപ്പൊ ഞാനൊരു ഞാൻ ഇമോഷണൽ ആയതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ എൻ്റെ ജോലി എന്താ ബേസിക്കലി ഞാൻ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക ചെയ്യുന്നത്. ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് വെറുതെ എന്തെങ്കിലും പാടിക്കൊണ്ട് പോയാൽ അവർക്കത് കണക്റ്റ് ആവത്തില്ല. ഞാൻ എൻ്റെ ഇമോഷൻ അവരുടെ അടുത്ത് പാട്ടിൽ കൂടെയും വർത്തമാനത്തിൽ കൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വർക്കാവുന്നത്. ഇമോഷൻസ് തമ്മിലാണ് കൈമാറുന്നത്. ആ കണക്ഷൻ വന്നാൽ മാത്രമേ ആ ഷോ സക്സസ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഷോ ഫെയിലിയർ ആണ്. നമ്മൾ എന്തൊക്കെ പാടിയിട്ടും കാര്യമില്ല. നമ്മൾ ആക്ച്വലി ഇത് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. AI എല്ലായിടത്തും വരുന്നുണ്ടല്ലോ. പക്ഷെ ലൈവ് ഷോസ് AIക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ബിക്കോസ് ഓഫ് ദിസ് റീസൺ എന്ന് പറഞ്ഞ കാരണം ജോലി നിർക്കാതിരിക്കുന്നത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നത് അഞ്ജു ഇമോഷണൽ ആയതുകൊണ്ടാണ് യു ക്യാൻ പ്രസന്റ് യുവർ ആർട്ട് ആ വേയിൽ. അപ്പൊ ആ പേഴ്സ്പെക്റ്റീവ് മാറ്റി തന്നു. കരഞ്ഞാലും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥ. ഇപ്പൊ എല്ലാവരും കരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കരഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ആദിത്യ പറഞ്ഞ് ചിരിക്കും. ഞാൻ ഭയങ്കര സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ഒക്കെയാണ്. ആദ്യം കരയും. ആദ്യത്തെ സെക്കൻഡിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ചിലപ്പോൾ കരച്ചിലായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ശരി ഇനി ബാക്ക് ടു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ. എവരിവൺ ഈസ് സ്ട്രോങ് ഇൻ എ ഡിഫറെന്റ് വേ അല്ലേ. അപ്പൊ എനിക്കും ഇതുപോലെ തന്നെ കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്റെ ഇന്റൻഷനും ഈ കരച്ചിലും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. കരയരുത് എന്ന് വിചാരിച്ചാൽ ഇത് വന്നു. ആരെങ്കിലും അടുത്ത് നമ്മൾ വഴക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ കരയും.
ഞാൻ സ്ഥിരം അതിൻ്റെ ആള്. ആൾക്കാരെ അടുത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ചേച്ചിയുടെ അടുത്താണെങ്കിലും ഇപ്പൊ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കല്ല, ചേച്ചിയോട് സംസാരിക്കുന്നത്, ചേച്ചി യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്. ചേച്ചിക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. എനിക്കറിയാം ചേച്ചിക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. ചേച്ചി ഇതിന് മുന്നേ ഇത് ഇഷ്ടംപോലെ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചേച്ചി ഇന്നത് ചെയ്യാത്ത. പക്ഷെ ഐ എം സോ ഡിസപ്പോയിന്റഡ് വിത്ത് യു. ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാം. അപ്പൊ ഇത് ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ചൂടായിട്ടൊന്നും ഇല്ല ഞാൻ. പക്ഷെ എനിക്കതും വിഷമമാണ്. ഇറ്റ് വിൽ ടേക്ക് മീ ലൈക്ക് ഒരു ഹാഫ് ഡേ. PhD ആണ് കേട്ടോ, PhD ആണ് അറിയത്തിന്റെ PhD ആണ് 5. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാന് എനിക്ക് ദേഷ്യം വരുന്ന ഒരാളാണ്. പണ്ട് ഞാനിത് വിചാരിച്ചിരുന്നത് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്നത്. ഇത് മറ്റൊരാൾക്ക് വലിയ ഉപദ്രവമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അല്ലാതെ സന്തോഷം, ദേഷ്യം, സങ്കടം, ഇതെല്ലാം ഹ്യൂമൻ ഇമോഷൻസ് ആണ്. ഇറ്റ്സ് ഓക്കെ ടു എക്സ്പ്രസ് ടു എ ലെവൽ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ചാടിക്കറി അടിക്കുക, വയലൻസ് അല്ല ഞാൻ പറയുന്നത്. All emotions are അതിനുള്ള സ്പേസ് എന്തായാലും വേണം. പ്രസന്റ് ഇറ്റ് അല്ലേ, but the action that you take after that നല്ലതാണ്. where we need that കൺട്രോൾ. അല്ലാതെ എനിക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളത് പറയും. എനിക്ക് ഇപ്പൊ ഇവരൊക്കെ ചിരിക്കും, എനിക്ക് വിശന്നാൽ ഞാനല്ലാണ്ടാകുന്ന കണ്ണാടി നോക്കി സംസാരിക്കാണെന്നൊരു ഡൗട്ട്. ഞാൻ ഇന്ന് വന്നപ്പോ ഞാൻ ഭക്ഷണം കൊണ്ട് നടന്നില്ലേ. അലർജി ഒരു റീസൺ ആണ് എനിക്ക് ഭക്ഷണത്തിന്. 2 ഭക്ഷണത്തോട് ആക്രാന്തമുണ്ട്. എനിക്ക് ഭക്ഷണത്തോട് വലിയ താല്പര്യമാണ്. 3 എനിക്കറിയാം 4 മണി 4:30 സമയത്തിനകത്ത് എനിക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം അത് എന്തെങ്കിലും കിട്ടിയാൽ മതി. അത് ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് തന്നെ വേണം, അങ്ങനെ കുറെ നിർബന്ധമൊക്കെ ഉണ്ട്. ചോറ് ഇപ്പൊ അരിയുടെ എന്തെങ്കിലും ഒരു വിഭവം ആയാൽ മതി, അത് വേണം. അതായത് നമ്മളിവിടെ എന്താ പറയാ, ഉസ്ബെക്കിസ്ഥാൻ ഫുഡ്, മറ്റേ ഫുഡ് എന്താ പറയാ, തുർക്കിഷ് ഫുഡ്. ഞാൻ തുർക്കിഷ് ഫുഡിന്റെ ഒരു ഭയങ്കര ഫാനാണ്. ഇറ്റാലിയൻ ഫുഡ്, ഇതൊക്കെ 3 നേരം കൊടുത്താലും പോയിട്ട് ചോറുണ്ടോ, ചോറുണ്ടില്ലെങ്കിൽ എന്റെ പൊന്നെ ഞാനിപ്പോ ഓർക്കുന്നുണ്ട് സ്കോട്ട്ലൻഡിൽ ഒരിക്കൽ, ഇത് നീണ്ടു പോകുന്നു, കുഴപ്പമില്ലല്ലോ അല്ലെ, നിങ്ങൾക്ക് കുഴപ്പമില്ല. സ്കോട്ട്ലൻഡിൽ ഒരിക്കൽ ഞാനും ആദ്യത്തെ കൂടെ ട്രാവൽ ചെയ്തു. ആൻഡ് ഓൾസോ ഇതും പറയണല്ലോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രേമിക്കുവാണെങ്കിൽ ചായയുടെയും കപ്പിന്റെ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് ചേട്ടാ എന്തുണ്ട് വിശേഷം, ചേട്ടൻ പറ, ചേട്ടൻ പറ, നീ പറ. അതല്ല ഡേറ്റിംഗ് കേട്ടോ, അതല്ല ആക്ച്വലി ഡേറ്റിംഗ്. ഏറ്റവും നല്ല മുഖത്തിലായിരിക്കും. ഈ ചേട്ടൻ പറ നീ പറയല് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് നോക്കണം. ട്രാവൽ ചെയ്യുമ്പോ ഒരു 5-6 ദിവസം വരെ ആൾക്കാർക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പൊട്ടും, എന്താണെങ്കിലും പൊട്ടും. അപ്പൊ ഞാൻ ആദ്യം ട്രാവൽ ചെയ്തു, സ്കോട്ട്ലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോ ഓൾറെഡി ആദ്യത്തേക്ക് അറിയാൻ വിശന്നാ ഞാനല്ലാതെ അറിയുന്നുള്ളൂ, ഇച്ചിരീശ് അറിയാമായിരുന്നു. അപ്പൊ ആദ്യത്തെ ഇഷ്ടം പോലെ എന്ത് സാധനം കൊടുത്താലും കഴിക്കുന്ന ആള്. ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഞാനതല്ല, എനിക്ക് ചോറ് വേണം. സ്കോട്ട്ലൻഡിൽ ചെന്നിട്ട് അവൻ എന്താ കോട്ടേജ് പയ്യോ അങ്ങനെ എന്തൊരു സാധനം. അപ്പൊ ഉച്ചയ്ക്ക് സാധനം മേടിച്ചു തന്നപ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോറ് ഈ പഫ്സ് പോലത്തെ ഒരു സാധനം ഇത്ര 4 മണിക്ക് തിന്ന സാധനമല്ലേ ഇതൊക്കെ, ഇത് മനുഷ്യൻ തിന്നുന്നേ, ഇതെങ്ങനെ ശരിയാകും? അപ്പൊ ഞാൻ ചായ വേണം. അപ്പൊ ആ കടയിൽ ചോദിച്ചപ്പോ അവർക്ക് ഓട്ട് മിൽക്കോ ഓൾട്ടർനേറ്റീവ് മിൽക്ക് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ശരി, എനിക്ക് പാൽ അലർജി, അപ്പൊ അത് കഴിക്കാൻ പറ്റൂല, ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി അടുത്ത കട കാണുമ്പോ നിർത്തി തരണോന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തിയില്ല. അടുത്ത കടയൊന്നും കാണുന്നില്ല, സത്യമായിട്ട് പറയണല്ലേ, കാണുന്നില്ല. സ്വഭാവം മാറി തുടങ്ങി. ഏതോ ഒരു കടയിൽ നിർത്തി തന്നു, അവിടെ നോക്കിയപ്പോ ചായ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇത്രയും നേരം ഇങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. എനിക്ക് കാറിൽ നിന്ന് മറ്റേ
ഇങ്ങനെ ചെരിഞ്ഞൊരു അവിടെ നിന്നാണ് മനസ്സിലാക്കിക്കോളാം സാധനം പോയി തുടങ്ങി ഉള്ളത്. പിന്നെ അവന് മനസ്സിലായി ഇത് കൈവിട്ട് പോയി തുടങ്ങിയത്. അപ്പൊ ഒരു ബാറിൽ കയറി, ഞാൻ ആദ്യത്തേനെ കല്യാണം കഴിക്കാൻ ഡിസൈഡ് ചെയ്യുന്നത് ആ മൊമെന്റിലായിരുന്നു. ബാറിൽ കയറി, അവിടെ ചായയും കാപ്പിയൊന്നും അപ്പൊ സെർവ് ചെയ്യുന്നില്ല. ആ ബാറിൽ കയറി അയാളുടെ അടുത്ത് അയാളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു ചായ ഇടിയിപ്പിച്ച് തന്നു. ആ ചായ കിട്ടി. അവന്റെ എല്ലാ ഫോട്ടോ ഉണ്ട് ഇപ്പോഴും, ബിഫോർ ഫുഡ് ആൻഡ് ആഫ്റ്റർ ഫുഡ് ഫോട്ടോ ഉണ്ട്. ചായ എന്തോ കഴിക്കാനുള്ള സാധനം മേടിച്ചു, ചായ കിട്ടിയാൽ മതിയായിരുന്നു. നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ പട്ടിയൊക്കെ ചിരിച്ചിരിക്കുന്നൊരു ഫോട്ടോ. അങ്ങനെ സോ എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അങ്ങനത്തെ ആങ്കർ ഇഷ്യൂ ഉണ്ട്. ഹാങ്ക്രി അങ്ങനെയല്ലേ പറയുന്നത്? ഹാങ്ക്രി, അങ്ങനെ എന്തൊരു വാക്ക് പറയും ആൾക്കാർ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഞാനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡ് ആവുന്നതിന് മുമ്പ് തന്നെ വയറ് നിറപ്പിച്ചോണ്ടേ ഇരിക്കുക, മനസ്സിലായോ? പിന്നെ അതിനൊരു പ്രൊആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഓഫീസിലാണ് ചിലപ്പോ വർക്കൊക്കെ ആയിട്ട് വല്ല താമസിച്ചു കഴിഞ്ഞാല് എന്താ പറയാ പാളുന്നത്, മനസ്സിലായി? അത് 36 ലേറ്റ് ആക്കുന്നതാണ്, ഞാനല്ല, നമ്മളൊന്നും അല്ല, മനസ്സിലായി? ഇതെന്നെ വരാനുള്ളൊരു അവസരമായി. പക്ഷെ ഐഷുട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, ദിസ് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഐ വിഷ് ക്രീം, നമ്മൾ ഈ എഐനെയല്ലേ വിളിക്കുന്നത്, ക്രീം അല്ലെ? അപ്പൊ ക്രിങ്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവുമെന്നാണ് എനിക്കൊരു വിശ്വാസം തോന്നുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് റീച്ച്, നിങ്ങൾ ഹൈറ്റ്സിൽ എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒപ്പം ഇതിനകത്ത് ഓരോ ആൾക്കാര് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാര് ഷുഡ് ഫീൽ ബെറ്റർ. നോ, എവറിബഡി ഡിസേർവ്സ് ഹാപ്പിനെസ്, എവറിബഡി ഡിസേർവ്സ് പീസ്. സോ let that happen. Yes, make it accessible to all. Yes, and പറഞ്ഞ പോലെ തന്നെ ആക്സസിബിൾ ആവണം എല്ലാവർക്കും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ക്രീം ലെയറിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം, അതല്ലെങ്കിൽ ഒരുപാട് പൈസ, ഒരു 5,000 കൊടുത്തൊരു സെഷൻ അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം അല്ലാതെ നല്ലൊരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകണമെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല പൈസ ചെലവുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ ഒരു സിറ്റിംഗ് അല്ല, ഒരു സേ ഒരാൾക്ക് 20,000 ആണ് അയാളുടെ ഒരു മാസം സാലറി എങ്കിൽ, ഇപ്പോൾ ഒരു 2,000-2,500 ആണ് ഒരു നല്ല തെറപ്പിസ്റ്റിന്റെ അടുത്ത്. ഒരുപാട് പറ്റിക്കൽ തെറപ്പിസ്റ്റുമാരും ഉണ്ട് ഇവിടെ, അത് ഇല്ല എന്ന് പറയുന്നില്ല. നല്ലൊരാളുടെ അടുത്ത് പോകണമെങ്കിൽ ഇതാണ് കോസ്റ്റ്. ഒരു സെഷനിൽ തീരുന്നില്ല. ഇപ്പോൾ എന്നെ പോലെ പ്രശ്നമുള്ള ഒരാളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു PTSD ഇഷ്യൂ ഉള്ള ഒരാളാണ്, ഒരു റെഗുലർ തെറപ്പിക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ ഇയാൾ എവിടെ ചെന്ന് നിൽക്കും? ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാനിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ പോസിബിൾ ആകുന്നില്ല. പക്ഷെ താങ്ക്ഫുള്ളി യു ഗൈസ് ഫൗണ്ട് സംതിങ്. ആ ഒരു സ്പേസിലാണ് നമ്മളും, ആ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. ലോട്ട് ഓഫ് ചാലഞ്ചസ്, ഇറ്റ്സ് നോട്ട് വെരി ഈസി തിങ്. അപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, ആ ലെവലില്, കാരണം നമുക്കിപ്പം ഒരു നോർമൽ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ only need to see 10 minutes അങ്ങനെ കണ്ടാൽ മതി. പലപ്പോഴും ഇവിടെ എന്താ സംഭവിച്ചാൽ അതും ഒരു ഇവിടെ ലോങ്ങർ ടൈമാണ് വേണ്ടത്. അപ്പം എത്ര നല്ല തെറപ്പിസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയാൾക്ക് 8 സെഷൻ 10 സെഷൻ മാക്സ് പറ്റൂ. അവര് മനുഷ്യരാണ് പറ്റും. അപ്പം ആ പറയുന്ന ഒരു അടുത്ത മെയിലാണ്, അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ളൂ. അപ്പം ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ്. അപ്പൊ മറിയം ലോട്ട് ഓഫ് മറിയത്തിന്റെ ഒരു ഹാർഡ് വർക്ക് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയം ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് അതിന്റെ ഡിഫറെന്റ് ഇതെടുത്തിട്ട് അതിന്റെ സൊല്യൂഷൻ എന്താ പറയാ പ്രോട്ടോകോൾസ് ബിൽഡ് ചെയ്യണം. ഞാൻ ആക്ച്വലി ഇവരുടെ അടുത്ത് ആദ്യത്തെ മീറ്റിംഗ് വരുന്നപ്പോ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു യു ഗൈസ് ഡു ദിസ്, ഹൗ ഡു യു ഗൈസ് ഡു ദാറ്റ് എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ ഗോട്ട് proper answers from that, and they were really honest that, and you guys were really honest. ചില കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട് എൻ ഏരിയ നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. കാരണം മനുഷ്യര് ഡിഫറെന്റ് ആണ് അല്ലെ, അവരുടെ പ്രശ്നങ്ങൾ വ്യത്യാസമാണ്. ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ഒരു ട്രീറ്റ്മെന്റിനോട് മറ്റേ ആൾ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. സോ മെനി ഒരുപാട് ടാസ്കുകൾ ഉണ്ട് ഇതിനകത്ത്. എക്സാക്ട്ലി, ഒരേ കാര്യം രണ്ടുപേരിൽ ട്രൈ ചെയ്താൽ രണ്ടാക്കും അത് ഒരേ ഇഫക്റ്റ് അല്ലല്ലോ തരാ. അപ്പൊ there are a lot of challenges. അവിടെയാണ് we want to make this accessible അല്ലേ to all എന്നുള്ളൊരു. അവിടെ ആളുകളുടെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ആക്ച്വലി എന്താ പറയാ, ഒരു പിന്നെ ആണെങ്കിൽ
ഭയങ്കര എന്താ പറയുക, നമ്മള് ഭയങ്കര മൈക്രോസോഫ്റ്റ് അന്ന് അതിനൊക്കെ അപ്പുറം, അതായത് ഒരു ഇതിന്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു ഇതാണ്, ഒരാള് കുളമായാൽ അയാളുടെ പാർട്ട്ണർ, അയാളുടെ കുട്ടികള്, എന്നിട്ട് ആ കുട്ടികൾ വിൽ ബെയർ ദിസ് ബർഡൻ. ആ ചൈൽഡ്ഹുഡ് ഡ്രാമയായിട്ടാണ് അവർ അടുത്ത ഇതിലേക്ക് പോവാ. അവിടെ ഇതിന്റെ റിഫ്ലക്ഷൻസ് അവരുടെ കൂടെ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നവര് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഡിസീസ്. നമ്മൾ കോവിഡിന്റെ സമയത്ത് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മെന്റൽ എന്താ പറയാ വെൽബീയിങ്ങിന്റെ ഏരിയയിലുള്ള ഒരു ഇൽനെസിന്റെ ആ ചെയിൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇതൊരു എന്താ പറയാ, ഇതൊരു ഭയങ്കര സിമ്പിൾ സാധനമായിട്ടൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇത് അവർക്ക് ചുറ്റുമുള്ള ലോകം അവരെയും നശിപ്പിക്കണ ഒരു, അവരെന്നെ ഒരു ആക്ച്വൽ പൊട്ടൻഷ്യൽ പോലും പുറത്ത് ലോകത്തിന് കിട്ടാതെ വരുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് എനിക്ക് അവരുടെ പൊട്ടൻഷ്യല് പോലെ തന്നെ എല്ലാവരും സന്തോഷ സമാധാനമായിട്ടിരിക്കണ്ടേ. അതല്ലേ നമ്മള് ഇപ്പൊ ഞാൻ മാത്രം സന്തോഷമായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ശരി, ഇപ്പൊ എനിക്ക് എന്റെ സന്തോഷത്തിന്റെ മാത്രമേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ, അത് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചാൻസ് വേണ്ടേ? അപ്പോഴാണല്ലോ ശരിക്കും നമ്മളും ഹാപ്പി ആവാല്ലേ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു ഹാപ്പിനെസ് റിഫ്ലെക്ട്സ് ഓൺ us also. യെസ്, നമ്മുടെ കൂടെ ഉള്ള ഒരാള് ഇപ്പൊ ഞാൻ ആദ്യം തെറപ്പിക്ക് കൊണ്ടുപോയതിന്റെ ഒരു കാരണം ബിക്കോസ് ഐ ഹാഡ് ജനറൽ ആൻസൈറ്റി ഡിസോർഡർ. എനിക്ക് OCD ഉണ്ട്, PTSD ഉണ്ട്, ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ജനറൽ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ എങ്ങനെയാണ് പാർട്ട്ണർ ബിഹേവ് ചെയ്യുക? ആ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പം പിന്നാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ നമ്മളിപ്പോ ഞാൻ ആക്ച്വലി ക്രിങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ എന്താ പറയാ ഒരു സന്തോഷകരമായ കുറച്ച് സാധനത്തിൽ ഈ പറഞ്ഞല്ലേ ഈ ഒരു ട്രോമയിലൂടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ വളർന്നു വന്നൊരു മദർ അവരുടെ കുട്ടി അവർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര 9 വയസ്സെന്തോ ആയപ്പോഴാണ് ത്രൂ ക്രിങ് ഷീ ഫസ്റ്റ് ഹഗ് ദ കിഡ്. ശരിക്കും അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് എന്താ പറയാ, അടുത്ത ദിവസം എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇത് പണിയെടുക്കുക. കാരണം പലയിടത്തും ആദ്യം എന്റെ അടുത്ത് ചോദിച്ചില്ലേ എന്തുകൊണ്ടാ ഓപ്പൺ അപ്പ് ചെയ്തെന്നുള്ളത്. ഐ ഷുഡ് സേ ദിസ് ആൻസർ. അന്നും പറഞ്ഞിരുന്നു, ഒരാളെങ്കിൽ ഒരാൾക്ക് ഇതിനകത്തുനിന്ന് ഇത് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇൻ ദ സെൻസ് അവർ തെറപ്പിക്ക് പോവുകയോ ഇല്ലെങ്കിൽ അവരവരുടെ ഹാപ്പിനെസ് ചൂസ് ചെയ്യുവോ അല്ലെങ്കിൽ അവരുടെ പീസ് ഓവർ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുവാണെങ്കിൽ ഐ എം ഹാപ്പി. അവർക്ക് ആ ഒരു ചൂസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുവാണെങ്കിൽ ഓർത്തിട്ട് മാത്രമാണ് അന്ന് ഷെയർ ചെയ്തത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി നമ്മളൊരു മെഡിസിൻ എടുക്കുന്ന പോലെ ആക്സസിബിൾ ആയിട്ട് ആ ഒരു മെന്റാലിറ്റി നമ്മളെല്ലാരും ബിൽഡ് ചെയ്യുക എന്നുള്ളതും അത് പോസിബിൾ ആവുക നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. അപ്പൊ ഇന്നത്തെ ഹോൾ ടോക്കിന്റെ ഹോൾ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു നോർമലൈസ് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എന്നൊക്കെ ഉള്ളതായിരുന്നു. ആൻഡ് വി ഗോട്ട് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് താങ്ക്സ് എ ലോട്ട് അഞ്ജു ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ഓണർ. എന്നെ ആരെന്ത് മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിന് വിളിച്ചാലും ഞാൻ വരും. ബിക്കോസ് ഐ നോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാനും പഠിക്കുന്നുണ്ട് സൈക്കോളജി, സോ ദാറ്റ് CBT പഠിക്കുന്നു പറഞ്ഞു അല്ലേ? പഠിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. സോ നിങ്ങള് ചെയ്യുന്ന ക്രിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ഐ റിയലി ഹോപ്പ് ഇറ്റ് ചേഞ്ചസ് ദി ഹോൾ പെർസ്പെക്റ്റീവ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ മെന്റൽ ഹെൽത്ത് നോർമലൈസ് ചെയ്യപ്പെടട്ടെ എന്ന് വളരെ ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ വന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്. താങ്ക്സ് എ ലോട്ട്. നമ്മളും അത് തന്നെയാണ് our wish also to create happiness in more people out there. അപ്പം റെസ്റ്റം വൈൻഡ് അപ്പ് ചെയ്യല്ലേ? And also thanks for choosing me. We are honored to have you here. Exactly. Okay, അപ്പം അടുത്തൊരു ഡിസ്കഷനിൽ നമുക്ക് കാണാം.